Hello everyone, good evening all, good evening മക്കളെ. ഹലോ വെൽക്കം ഓൾ, വെൽക്കം. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഗുഡ് ഈവനിങ് ഗായ്സ്. ഹലോ മക്കളെ, ഹലോ. യെസ്, സോ നമ്മളെ രണ്ടാമത്തെ JEB വരുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്നറിയാം. സോ ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ചാപ്റ്റേഴ്സും JEBക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കാം കുറേയെങ്കിലുമൊക്കെ. അപ്പോൾ നമുക്കതൊന്ന് ക്വിക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഹലോ തസ്നി. ഓക്കെ, തസ്നി ഉണ്ട് അവിടെ. ഇവിടെ യൂട്യൂബിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? വന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരൊക്കെയാണ് വന്നിട്ടിരിക്കുന്നത് നമുക്കൊന്ന് നോക്കട്ടെ. ഓക്കെ മക്കളെ, റെഡി. സോ അപ്പോൾ ഹായ് ലക്ഷ്മി, ഗുഡ് ഈവനിങ്. അപ്പുറത്തെ ആപ്പിലും യൂട്യൂബിലും രണ്ട് ചാറ്റും നോക്കുന്നുണ്ട്. സോ അപ്പോൾ വന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡി. സോ അപ്പോൾ നമ്മൾ ഫംഗ്ഷൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ഫംഗ്ഷൻസ്, ഇക്വേഷൻസ് ആൻഡ് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്. സോ അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഫംഗ്ഷൻസ് മാത്രം നോക്കുന്നു. അടുത്ത ദിവസം നമ്മൾ ഇക്വേഷൻസും അതുപോലെ തന്നെ ഇൻഇക്വാളിറ്റിയും നമ്മൾ നോക്കും കേട്ടോ. ഓക്കെ, റെഡി. ഓക്കെ ഗായ്സ്, ഹായ് മെസ്സി, അജ്മൽ. ഓക്കെ, അമയ, ഗുഡ് ഈവനിങ്. ഷാരോൺ സർ, ടുഡേയ്സ് ഒന്നും പഠിക്കാൻ പറ്റിയില്ല. നാളെ പഠിക്കാനാണോ? നല്ല പനിയാണോ? ഓ ശരി. ഓക്കെ, ഹായ് അപ്സര. ഓക്കെ, റെഡി. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വരൂ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സോ ഫങ്ഷൻസ് നിങ്ങൾക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫങ്ഷൻസിൽ പഠിച്ചിട്ടുണ്ട്. സോ എല്ലാം നമുക്കൊന്ന് ക്വിക്കായിട്ട് ഓടിച്ചിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, NITN ആയുഷ്. ഓക്കെ, ഞാൻ നിതിൻ എന്ന് വായിക്കാൻ തുടങ്ങുന്നു, അങ്ങനെ ഒരു പേരുണ്ടോ? ഓക്കെ, റെഡി. നവനീത്, ഗുഡ് ഈവനിങ്. സാറ, ഓക്കെ. യെസ് മെസ്സി, അതേലോ. ഓക്കെ, നവനീത്, നമ്മൾ കുറേ ആയി കണ്ടിട്ടല്ലേ. ഓക്കെ, ശരി മക്കളെ, അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, തുടങ്ങാം. സോ നമുക്ക് 2 hours ആണുള്ളത്. നേരത്തേക്ക് നമുക്ക് ഇതൊന്ന് ചെയ്യാം. സാർ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഹലോ. സോ മക്കളെ, ആപ്പിൽ നിങ്ങൾക്കല്ല, നമ്മുടെ വീര ഓഫ്ലൈൻ മക്കളുണ്ട്, അവർക്കാണ് ആപ്പിനകത്തുള്ളത് കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. സുഹൈൽ, റെഡി. ഓക്കെ, ഹായ് അഞ്ജന. ഓക്കെ, ഗുഡ് ഈവനിങ്. എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. സമയം കളയാനില്ല, കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. ഓക്കെ അല്ലേ എല്ലാവരും? റെഡി, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഫംഗ്ഷൻസ് എന്താണോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരുപാട് തിയറി പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. റെഡി, അപ്പോൾ അതാണല്ലോ നമുക്ക് ആവശ്യം വേണ്ടത് കേട്ടോ. ഹായ്, ഓക്കെ, റെഡി. സോ മക്കളെ, അപ്പം ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. നമുക്കറിയാം സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റ് എയിലുള്ള എല്ലാ എലമെൻസിനും എന്തോ ഉണ്ടാവണം, ഇമേജസ് ഉണ്ടാവണം. അതുമാത്രമല്ല, ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് എന്ത് ചെയ്യാൻ പാടില്ല, വരാനായിട്ട് പാടില്ല. അങ്ങനെ ഒരു എലമെൻറ്റിന് സെറ്റ് എയിലെ ഒരു എലമെൻറ്റിൽ ഒന്നിൽ കൂടുതൽ ഇമേജസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തല്ല, ഫംഗ്ഷൻ അല്ല കേട്ടോ. ഹായ് കൃഷ്ണപ്രിയ, അഖി. ഓക്കെ മക്കളെ, ഗുഡ് ഈവനിങ് കേട്ടോ. ഓക്കെ, റെഡി ഗായ്സ്. സോ അപ്പോൾ ഞാൻ എന്തായാലും പഠിപ്പിക്കാൻ പോകണേ. ചാറ്റ് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. സെറ്റ് എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തെങ്കിൽ നമുക്കറിയാം സെറ്റ് എയിലുള്ള എല്ലാ എലമെൻസിനും ഇമേജസ് ഉണ്ടാവണം. ഒരു എലമെൻറ്റിന് ഒന്നിലധികം ഇമേജസ് വരാനായിട്ട് പാടില്ല സെറ്റ് എയിലെ. ഓക്കെ അല്ലേ മക്കളെ? റെഡി. അതാണ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാ റിലേഷൻസും ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എല്ലാ ഫംഗ്ഷൻസും എന്തായിരിക്കും, റിലേഷൻസ് ആയിരിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? റെഡി. അപ്പം ഇതൊന്നും ഞാൻ ഇനി വരച്ച് കാണിക്കാനൊന്നും പോകുന്നില്ല. ഇനി ഫംഗ്ഷൻസിനെ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം? നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ റോസ്റ്റർ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ആരോ ഡയഗ്രമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി. പിന്നെ ഡൊമൈനും റേഞ്ചും, അല്ലെ, ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും. നമ്മൾ നോർമലായിട്ട് ഒരു ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് നമ്മൾ എഴുതും. സോ ഓർഡേർഡ് പെയേഴ്സിനകത്ത് ഫസ്റ്റ് എലമെൻറ്റുകളുടെ എല്ലാം കൂടെ സെറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഡൊമൈൻ എന്ന് വിളിക്കും. സെക്കൻഡ് എലമെൻറ്റുകളുടെ എല്ലാത്തിൻ്റെയും സെറ്റിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ, റേഞ്ച് എന്ന് വിളിക്കും. പിന്നെ ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ കോഡൊമൈൻ ആയിട്ട് നമ്മൾ എന്തിനെ എടുക്കും, സെറ്റ് ബീനെ ആയിരിക്കും നമ്മൾ കോഡൊമൈൻ ആയിട്ട് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലേ മക്കളെ? സോ അത് മാത്രമാണ് സാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഡൊമൈനും റേഞ്ചിൻ്റെയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആരോ ഡയഗ്രത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എയിലുള്ള എല്ലാ എലമെൻസും നോക്കി ഇമേജസ് ഉണ്ട്. എയിലുള്ള ഓരോ
എലമെന്റ്സിനും ഓരോ ഇമേജസേ ഉള്ളൂ അല്ലേ. ഒരേ എലമെന്റിൽ നിന്ന് ഒന്നിലധികം ആരോസ് പോകാൻ പാടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഫംഗ്ഷൻ അല്ല. സോ അപ്പോൾ ഇവിടെ ഡൊമൈൻ ആയിട്ട് വരുന്ന സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സും എന്ത് വരും, നമ്മുടെ ഡൊമൈനകത്ത് വരും. ദെൻ ഇങ്ങോട്ട് എങ്ങോട്ടാണോ ആരോ വന്നിരിക്കുന്നത്, ആരോ വന്നിട്ടുള്ള എലമെന്റ്സുകൾ മാത്രമായിരിക്കും ഇവിടെ വരുന്നത്, നമ്മുടെ റേഞ്ചിൽ വരുന്നത്. ദെൻ സെറ്റ് ബി ഇറ്റ് സെൽഫ് നമ്മൾ എന്ത് വിളിക്കും, കോഡൊമൈൻ എന്ന് വിളിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ സോ ക്വിക്കായിട്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. റെഡി. അപ്പം നമുക്ക് നോർമലി ഇതാണ്ട് ഇങ്ങനെ ഒരു സാധനം തന്നാൽ, അതായത് സെറ്റ് ബിൽഡർ ഫോമിലല്ല റോസ്റ്റർ ഫോമിലാണ് നമുക്ക് എലമെന്റ്സുകൾ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷന്റെ എലമെന്റ്സുകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അത് ഫംഗ്ഷൻ റിലേഷന്റെ എലമെന്റ്സുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഓർഡേർഡ് പേസ് നോക്കി നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും അല്ലേ. ഓർഡേർഡ് പേസിനകത്ത് ഫസ്റ്റ് എലമെന്റുകൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? കാണുന്നില്ലേ? അയ്യോ, ഒരു മിനിറ്റ് മക്കളെ. മക്കൾസ് ഇപ്പൊ റെഡി ആക്കും. അതെ, മിററിംഗ് ഓഫ് ആയി പോയതാണോ നേരത്തെ? ഓക്കെ മക്കളെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? റെഡി ഗൈസ്? ഇപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ എന്താ ഇത് സാറ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഓൾറെഡി കണ്ടു എന്ന് എനിക്ക് കണ്ടായിരുന്നു ഇത്. ഓക്കെ, സോ മക്കളെ ഒന്നുകൂടി സാറ് പറയാം. ഡൊമൈൻ്റെ റേഞ്ചിൻ്റെയും കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഡൊമൈൻ തന്നെ സെറ്റ് എയിലുള്ള എല്ലാ എലമെൻറ്റ്സ് ഉണ്ടാവും. സെറ്റ് ബിയിലെ ആരോസ് വന്നിരിക്കുന്ന എലമെൻറ്റ്സ് ആണ് റേഞ്ചിൽ വരുന്നത്. ദെൻ സെറ്റ് ബി ഇറ്റ് സെൽഫ് നമ്മൾ എന്ത് വിളിക്കും, കോഡൊമൈൻ എന്ന് വിളിക്കും. ഇനി ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഓർഡേർഡ് പേര് നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി ഗൈസ്? ഓക്കെ, ഇപ്പം എല്ലാം ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, റെഡി. ഓക്കെ, സെറ്റ്. സോ അപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് ഏതൊക്കെയാണ് ഫംഗ്ഷൻ ആണ്, ഫംഗ്ഷൻ അല്ല എന്ന് പറയാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് നോക്കിക്കാൻ മക്കളെ. നമുക്കറിയാം റിലേഷൻ നമ്പർ 1 നമ്മൾ നോക്കുകയാണ്. സോ ഇവിടെ P1 Q2 R1 S2 അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെന്റുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് എന്താണ്, ഇത് നമുക്ക് ഫംഗ്ഷൻ ആണെന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് ഇതെന്താണ്, ഫംഗ്ഷൻ ആണ്. ഇനി നമ്മൾ R2 റിലേഷൻ നമ്പർ 2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, P1 Q1 ഇതും ഓക്കെ, ഇതും എന്താണ്, ഫംഗ്ഷൻ ആണ്. കാരണം ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ റിലേഷൻ നമ്പർ 3 നോക്കിക്കുകയും P1 Q2 P2 S3. അപ്പോൾ നോക്കി ഇവിടെ P1 വന്നിരിക്കുന്നു, P2 വന്നിരിക്കുന്നു. അതായത് Pക്ക് 2 ഇമേജസ് വരുന്നുണ്ട്. P1 എന്നും P2 എന്നും വന്നിട്ടുണ്ട്, 2 ഇമേജസ് നമുക്ക് വരുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ്, R3 എന്ന് പറയുന്നത് എന്താണ് മക്കളെ, ഫംഗ്ഷൻ അല്ല അല്ലേ. സോ ഇനി നമ്മൾ അടുത്ത് നോക്കിയേ R4 നോക്കിയേ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എലമെന്റ് ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇത് ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്വിക്കായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലല്ല റോസ്റ്റർ ഫോമിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്യും എന്നുള്ളത് മാത്രം ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഓൾജിബ്രായിക് ഫംഗ്ഷൻ ആണ് മക്കളെ. ഓൾജിബ്രായിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫംഗ്ഷൻസിന്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫംഗ്ഷന്റെ അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, 2 ഫംഗ്ഷൻസിനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം f(x) + g(x) 2 ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് f(x) - g(x) നമ്മൾ ചെയ്യുന്നു. ദെൻ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, f(x) × g(x) ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ f(x/g(x) വരും. പക്ഷേ ഈ g(x) എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, 0 ആകാൻ പാടില്ല. ഇത് നോർമലി ഓൾജിബ്രായിക് ഫംഗ്ഷൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഈ കാര്യം ഒന്ന് മാത്രം മനസ്സിലാക്കുക. ഞാനിത് വളരെ ക്രിസ്പായിട്ടുള്ള കോൺസെപ്റ്റുകൾ മാത്രമേ ഫംഗ്ഷൻസിനകത്തുനിന്ന് പറയുന്നുള്ളൂ കേട്ടോ. റെഡി ആണല്ലോ? ഓക്കെ, നമുക്ക്
ക്വസ്റ്റ്യൻസ് ചെയ്യണം കൂടുതലും. അപ്പം എല്ലാ കോൺസെപ്റ്റ് സാർ ഒന്നുകൂടെ പെട്ടെന്നൊന്നും എന്ത് ചെയ്യുന്നു ഒന്ന് ഓടിച്ചു വിട്ട് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഫുൾ തിയറി ആയിട്ട് എടുക്കാനൊന്നും പറ്റത്തില്ല. അറിയാലോ ഫംഗ്ഷൻസ് എന്ന ചാപ്റ്റർ നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് പഠിച്ചതെന്നുള്ളത്. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് ഏകദേശം ഒരു ധാരണ ഒന്ന് ഒപ്പിക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡൊമൈനും റേഞ്ചും പറയുന്നിടത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമ്മൾ നോക്കാനുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഫംഗ്ഷൻസിനെ നമ്മളൊരു മെഷീനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും അത് ഓർത്തിരിക്കണം. കാരണം ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ജെയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി. അപ്പോൾ ഫംഗ്ഷൻ നമ്മളൊരു മെഷീനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും, അതിന് കിട്ടും അല്ലേ. സോ ആ ഇൻപുട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അതായത് ആ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തെ എക്സിനെ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി അപ്പം ഈ മെഷീനകത്തോട്ട് നമുക്ക് എല്ലാ വാല്യൂസും അങ്ങ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇതിനകത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഈ മെഷീൻ എന്താണെന്നുള്ളതിനെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്തോട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇതിനകത്തിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണെന്ന് വിചാരിക്കുക. റൂട്ട് എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ കിടക്കുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ഏതൊക്കെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എക്സിന്. കാരണം റൂട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ടിനകത്ത് കിടക്കുന്ന ആ ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പാടില്ല, നെഗറ്റീവ് ആകാൻ പാടില്ല. അതൊന്നെങ്കിൽ 0 ആകാം അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആകാം. ക്ലിയർ ആണല്ലോ? റെഡി. അപ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താവണം, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകണം. ഓക്കെ. ഇനി ആ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ദാണ്ടെ 1/√ എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ് ആ മെഷീൻ നമുക്ക് ഉള്ളതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, നമുക്ക് 0 കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ത് ചെയ്യാം, നെഗറ്റീവ് റൂട്ടിനകത്ത് നെഗറ്റീവും വരാൻ പാടില്ല, 0യും വരാൻ പാടില്ല. കാരണം 0 വരാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്തുകൊണ്ട്, ഇത് 0 ആയാൽ 1/0 എന്നായി പോകും. അതെന്താണ്, നോൺ ഡിഫൈൻഡ് ആണ് അല്ലേ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ഒരു കേസിൽ നമുക്ക് എഫ് ഓഫ് എക്സിന് എന്ത് മാത്രമേ വരുള്ളൂ, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കാര്യം മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. സോ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? റെഡി. ഇനി നമുക്ക് അടുത്തത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ള ഫോർമുല വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി റാഷണൽ ഫംഗ്ഷൻ ഫോർമുല വരുന്നെങ്കിൽ നമുക്കറിയാം ജി ഓഫ് എക്സിന്റെ വാല്യൂ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല മക്കളെ, 0 ആകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ഇനി അതുപോലെ തന്നെ ലോഗ് ആണെങ്കിൽ ലോഗ് എക്സ് എന്നുള്ള ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ലോഗ് എക്സ് എന്നുള്ള ഫംഗ്ഷനാണ് വരുന്നെങ്കിൽ ആ എക്സ് ലോഗ് ഓഫ് നെഗറ്റീവ് വാല്യൂസും അതുപോലെ ലോഗ് 0യും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. ദെയർഫോർ എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം മക്കളെ, ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? എക്സ് നെഗറ്റീവ് നമ്പറും ആകാൻ പാടില്ല, അതുപോലെ തന്നെ 0യും ആകാൻ പാടില്ല. ഓക്കെ അല്ലേ? സോ ഈ കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേ? റെഡി. അപ്പോൾ ഇത് നമുക്ക് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് വളരെയധികം ആവശ്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് ചെയ്ത ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യം ജെയ്മെയിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? സോ അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 - x. രണ്ട് ഫംഗ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്ക് സിംഗിൾ ആയിട്ടാണ് ഫംഗ്ഷൻ തരുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ജി ഓഫ് എക്സ് സിംഗിൾ ആയിട്ടാണ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതിന്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതേസമയം നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നോ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നോ ഈ രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, രണ്ട് പേരുടെ ഡൊമൈൻ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഡൊമൈൻ 1ഉം ഡൊമൈൻ 2ഉം രണ്ട് ഫംഗ്ഷന്റെ ഡൊമൈൻ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, D1ന്റെയും D2ന്റെയും ഇന്റർസെക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പുതിയ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പുതിയൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് രണ്ടുപേരുടെ ഡൊമൈൻ നോക്കിയിട്ട് D1 ഇന്റർസെക്ഷൻ D2 ആയിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ എച്ച് ഓഫ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? റെഡി. ഇത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നോക്കിക്കേ. ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്നും ജി ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 - x എന്നും പറഞ്ഞ രണ്ട് ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ദെൻ വാട്ട് ഈസ് ദ കോമൺ ഡൊമൈൻ ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. താഴെ തന്നിരിക്കുന്ന എല്ലാ ഫംഗ്ഷൻസിനും ബാധകമായിട്ടുള്ള ഡൊമൈൻ ഏതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഉണ്ട്, എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഉണ്ട്, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഉണ്ട്, ജി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഉണ്ട്, ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഉണ്ട്. അപ്പം ഇത്രയും ആൾക്കാർക്കും കോമൺ ആയിട്ട് ബാധകമായിട്ടുള്ള ഡൊമൈനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് നോക്കിക്കേ.
എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ആണ്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 - x. ഓക്കെ, അപ്പോൾ റൂട്ട് എക്സിന് ബാധകമായിട്ടുള്ള ഡൊമൈൻ എന്താ? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം മക്കളെ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. കാരണം റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിലല്ലേ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിയേ, റൂട്ട് ഓഫ് 1 - x. അപ്പോൾ റൂട്ട് ഓഫ് 1 - x എന്ന് പറഞ്ഞാൽ 1 - x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതാ ഇങ്ങനെ കിട്ടും. പറയുന്നത് മനസ്സിലായോ? റെഡി? സോ അപ്പം എക്സിന്റെ വാല്യൂ എന്തിനൊക്കെ ബിറ്റ്വീൻ നിൽക്കും? 0യ്ക്കും അതുപോലെ തന്നെ 1നും ബിറ്റ്വീൻ ആയിരിക്കും ഈ ഒരു കേസിൽ എക്സിന്റെ വാല്യൂ നിൽക്കുന്നത്. പറയുന്നത് മനസ്സിലായോ? റെഡി ഗൈസ്? സോ ഇതാണ് ഫസ്റ്റ് കേസിൻ്റെത്. ഇനി ഇതുപോലെ തന്നെ എന്താണ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിന്റെ എടുത്താൽ എന്ത് തന്നെയായിരിക്കും? ഇത് തന്നെയായിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി? അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിന് എന്ത് തന്നെയായിരിക്കും? ഇത് തന്നെയായിരിക്കും നമ്മുടെ ഡൊമൈന് നിൽക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ട എന്താണ്? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എടുക്കണം. ഓക്കെ, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ് നമ്മൾ ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് എക്സ് ആണ്. ദെൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 - x ആണ് അല്ലേ? അപ്പം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഒരു താഴത്തെ പോർഷൻ ഒരിക്കലും 0 ആകാനായിട്ട് നമുക്ക് പാടില്ല. ക്ലിയർ ആണല്ലോ മക്കളെ? താഴത്തെ പോർഷൻ 0 ആവുകയാണെങ്കിൽ എക്സിന് നിങ്ങൾ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? താഴത്തെ പോർഷൻ 0 ആയി പോകും. എക്സിന് 0 കൊടുക്കാം, അതിന് കുഴപ്പമില്ല. കാരണം എന്താണ്? ഇവിടെ 0 കൊടുത്തത് ന്യൂമറേറ്ററിൽ 0 വന്നെന്നും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഡിനോമിനേറ്ററിൽ എന്താകാൻ പാടില്ല? 0 വരാനായിട്ട് പാടില്ലെന്നേ ഉള്ളൂ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0 പോസിബിൾ ആണ്, പക്ഷേ 1 പോസിബിൾ അല്ല. 0 മുതൽ 1 വരെയുള്ള വാല്യൂവേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. 1 പക്ഷേ കൊടുക്കാൻ പറ്റത്തില്ല. 1 കൊടുത്താൽ എന്ത് ചെയ്യും? ഈ സാധനം 0 ആയി പോകും. അപ്പോൾ ഇവിടെ നമുക്ക് 0 മുതൽ 1 വരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? ജി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്. അപ്പോൾ ജി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 - x ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ആണ്. നമുക്കറിയാം റൂട്ട് എക്സ് താഴെ തന്നിരിക്കുന്ന സാധനം 0 ആവരുത്. അപ്പോൾ എക്സിന് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? 0 കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, 1 കൊടുക്കാം, അതിന് പ്രശ്നം വരുന്നില്ല അല്ലേ? ന്യൂമറേറ്റർ 0 ആകത്തുള്ളൂ. ന്യൂമറേറ്റർ 0 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ക്ലിയർ അല്ലേ? സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 0 കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? 1 കൊടുക്കാം. 0 മുതൽ 1 വരെ ഉള്ള വാല്യൂസ് കൊടുക്കാം. ഓക്കെ, 1 എടുക്കാം, 0 എടുക്കാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, ദെൻ ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സിന്റെ എന്ത് തന്നെയായിരിക്കും? 0യ്ക്കും 1നും ബിറ്റ്വീൻ 0യും 1 ഉൾപ്പെടെയാണ്. അപ്പം ഇവർക്ക് എല്ലാവർക്കും കൂടെ ഇനി അതും കൂടെ പറഞ്ഞേക്കാം കേട്ടോ. ഇനി അത് പറയാണ്ടിരിക്കുന്നത്, ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ എന്ത് തന്നെയായിരിക്കും? ഇത് തന്നെയായിരിക്കും. അത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള ഇതായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുന്നത്? വാല്യൂ വരുന്നത്. അപ്പം ഇതെല്ലാം കൂടെ കോമൺ ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് എല്ലാം കൂടെ എടുക്കാൻ പറ്റുന്നത് ഏതേ ഉള്ളൂ? ഇവിടെ 0 എടുക്കാം, 1 എടുക്കാം. ഇവിടെ 0 എടുക്കാം, 1 എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ 0 എടുക്കാൻ പറ്റത്തില്ല, 1 എടുക്കാം. ഇവിടെ 0യും 1ഉം എടുക്കാം. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തിനൊക്കെ ബിറ്റ്വീൻ നിൽക്കും? കോമൺ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? കോമൺ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0യ്ക്കും 1നും ബിറ്റ്വീൻ ആയിരിക്കും. 0യും 1ഉം നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. സോ നമ്മുടെ ആൻസർ എത്രയായിരിക്കും മക്കളെ വരുന്നത്? സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? റെഡി? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ നോക്കുന്നത്. ഓക്കെ അല്ലേ? റെഡി? യെസ്, വെരി ഗുഡ് കൃഷ്ണപ്രിയ അമയ. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചോദ്യം തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി? സോ ഇനി ഇതിനകത്തൊരു തിയറി പോർഷനാണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ കേസുകൾ എന്ന് പറയുന്നത്. ക്വാഡ്രാറ്റിക് ഫംഗ്ഷന് അപ്പം അത് നമ്മൾ ഓൾറെഡി തിയറി എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സാർ ഒന്നും കൂടെ എന്ത് ചെയ്യാം? അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ ക്വിക്കായിട്ടൊന്ന് നോക്കുകയാണ്. ഓക്കെ, റെഡി? സോ അപ്പം ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യമാണ്. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയിരിക്കുന്നത്? ax² + bx + c = 0 എന്നാണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ഫോമിൽ എടുക്കണം? എഫ് ഓഫ് എക്സ് = ax² + bx + c അല്ലേ? സോ അപ്പോൾ ഈ എ എന്ന് പറയുന്ന പോർഷൻ എന്താകാൻ പാടില്ല? എക്സ്2ന്റെ കോഎഫിഷ്യന്റ് 0 ആകാനായിട്ട് പാടില്ല. സോ അപ്പോൾ ഇതാണ് ഒരു ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് സ്പീഡിൽ പറയുമ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നമ്മളൊരു റിവിഷൻ ആണല്ലോ ചെയ്യുന്നത്, ആദ്യമായിട്ട് പഠിക്കുമല്ലോ കേട്ടോ. റെഡി? ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതിൻ്റെ ഗ്രാഫ്, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ ജസ്റ്റ് നോക്കുവാണ്. അപ്പോൾ ആ ഗ്രാഫ് നമ്മൾ നോർമലായിട്ട് ജസ്റ്റ് ആ ഒരു പരാബോളിക് ഷേപ്പുള്ള ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? പറയാൻ പോവുക. അപ്പം ഈ എക്സ്² കോഎഫിഷ്യൻ്റെ സൈൻ അത് പ്ലസ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കർവ് വരച്ച് കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അല്ലേ, അതായത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മുടെ കർവ് എങ്ങനെ നിൽക്കും? ഇങ്ങനെ നിൽക്കും അല്ലേ. ഇനി എയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ഈ കർവ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്?
ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ് അല്ലേ? ഇപ്പോൾ ഇതെല്ലാം ഓർമ്മ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ മക്കളെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ സാറ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതൊന്ന് നോക്കിയാലോ? ഓക്കെ, സോ അപ്പം എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും എ ലെസ് ദാൻ 0 ആണെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചായിരുന്നു. അത് നമുക്കൊന്ന് ക്വിക്കായിട്ട് ഓടിച്ചു വിട്ട് നോക്കിയാലോ? സോ മക്കളെ, അപ്പം നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ അല്ലെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്കിയാൽ അതിന് റൂട്ട്സുകൾ പറയും നമ്മൾ, നേച്ചർ ഓഫ് ദി റൂട്ട്സ് ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഗ്രാഫ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പം നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന് 2 റൂട്ട്സ് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ കർവ് എക്സ് ആക്സിസിൽ 2 സ്ഥലത്ത് എന്ത് ചെയ്യണം, നമുക്ക് കട്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ? സോ അപ്പം ഈ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഗ്രാഫ് വരച്ചു, അത് എക്സ് ആക്സിൽ 2 തവണ രണ്ടിടത്ത് മുട്ടുക എന്ന് പറഞ്ഞാൽ, 2 പോയിന്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തുണ്ട്, 2 റൂട്ട്സുകൾ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റൂട്ട്സുകളെ നമുക്ക് ആൽഫ എന്നും ബീറ്റ എന്നും നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഡിസ്ക്രിമിനന്റ് ഓഫ് ദാറ്റ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്തായിരിക്കും മക്കളെ? b² - 4ac എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? റെഡി? അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ കേസിൽ നമ്മൾ എന്താ വിളിക്കുന്നത്? ഈ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും അല്ലേ? സോ അപ്പം ഇത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 2 റൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആൽഫയും ഇത് ബീറ്റയും നമ്മൾ വിളിക്കും. ഈ കേസിലും ഡിസ്ക്രിമിനന്റ് എന്ത് തന്നെയാണ്, ഗ്രേറ്റർ ദാൻ 0. കാരണം എന്താണ്, 2 റൂട്ട്സുകൾ അവിടെ നമുക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത കേസ് എന്താണ്? b² - 4ac = 0 ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? 2 ഈക്വൽ റൂട്ട്സുകളാണ് നമുക്ക് വരുന്നത് അല്ലേ? 2 ഈക്വൽ റൂട്ട്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? നമ്മുടെ ഗ്രാഫ് ഒരൊറ്റ പോയിന്റിൽ ടച്ച് ചെയ്യത്തുള്ളൂ അല്ലേ? ഒരു പോയിന്റിലായിരിക്കും ടച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു റൂട്ട് ഈക്വൽ ആയിട്ടുള്ള 2 റൂട്ട്സുകൾ നമുക്ക് കിട്ടും. സോ അപ്പം ഇത് നമുക്ക് ഇവിടെ ആയിരിക്കും റൂട്ട്സ് ഫോം ചെയ്യുന്നത്. അത് ആൽഫ = ബീറ്റ. ആൽഫയും ബീറ്റ എന്താണ്, ഇവിടെ സെയിം ആണ്. സോ അപ്പോൾ ഇവിടെ നമുക്ക് b² - 4ac എന്ന് പറഞ്ഞത് എന്താണ് മക്കളെ? = 0 ആയിരിക്കും. ഇതൊക്കെ സാറ് പഠിപ്പിച്ചാണ്. ഇതൊക്കെ നമ്മൾ ക്വിക്കായിട്ട് റിവൈസ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. റെഡി മക്കളെ? നെക്സ്റ്റ് അടുത്തത് കുട്ടിയാണ്, ഞാൻ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുകയാണ്. സോ നെക്സ്റ്റ് നമുക്കറിയാം നോ റിയൽ റൂട്ട്സ് ഇല്ലാത്ത കേസിൽ നമ്മുടെ ഗ്രാഫ് എന്ത് ചെയ്യും, എക്സ് ആക്സിസിന് മേലോട്ടായിരിക്കും നിൽക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ട് മക്കളെ? റെഡി? ഇതെല്ലാം എക്സ് ആക്സിസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത് എക്സ് ആക്സിന് മേലോട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ കേസിൽ b² - 4ac എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലെസ് ദാൻ 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? റെഡി? അപ്പം ഈ 2 കേസിലും കൂടെ നമുക്കതൊന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല, സിമ്പിൾ. ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഗ്രാഫ്. ഇങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ അടുത്ത കേസിൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും, ഇതുപോലെ ഇരിക്കും. ഓക്കെ അല്ലേ മക്കളെ? റെഡി? അപ്പം ഇതാണ് നമ്മുടെ എല്ലാ കേസും സാർ ഇപ്പോൾ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കോണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇനി അടുത്തത് ഇതിൻ്റെ കണ്ടീഷൻസ് സാർ ഒന്ന് എഴുതുവാണ്. ഓക്കെ മക്കളെ? സോ a > 0 എന്ന് പറയുന്ന കേസിൽ ഞാൻ പറയുകയാണ്, എൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c എന്ന് പറഞ്ഞ് ലെസ് ദാൻ 0 ആണെങ്കിൽ, ലെസ് ദാൻ 0 അതായത് ഈ ഗ്രാഫ് ആണല്ലോ എന്തെന്ന് പറയുന്നത്, ax² + bx + c എന്ന് പറയുന്നത് അല്ലേ? അത് ലെസ് ദാൻ 0 വരുന്ന പോർഷൻ നോക്കിക്കേ മക്കളെ. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് താഴോട്ടാണ്, എക്സ് ആക്സിന് മേലോട്ട് പോസിറ്റീവ് അല്ലേ, എക്സ് ആക്സിന് താഴോട്ട് നെഗറ്റീവ് അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ax² + bx + c ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ പോർഷൻ വന്നിരിക്കുന്നത് ഇവിടെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം ആൽഫയ്ക്കും ബീറ്റയ്ക്കും ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്ന വാല്യൂസ് വരുന്ന എക്സിൻ്റെ വാല്യൂസ് ആൽഫയ്ക്കും ബീറ്റയ്ക്കും ബിറ്റ്വീൻ നിൽക്കുന്ന സമയത്ത് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ax² + bx + c എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? റെഡി? അപ്പം ഇത് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ആ എക്സിൻ്റെ വാല്യൂ എന്തിനൊക്കെ ബിറ്റ്വീനാണ് നിൽക്കുന്നത്, ആൽഫയ്ക്കും ബീറ്റയ്ക്കും ബിറ്റ്വീൻ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ക്ലിയർ ആണല്ലോ? റെഡി? ഇനി അതേപോലെ തന്നെ ഈ ax² + bx + c എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും മക്കളെ സംഭവിക്കുന്നത്? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് പോസിറ്റീവ് ആക്സിസ് എക്സ് ആക്സിന് മേലെ പോകും. അപ്പം എന്തായിരിക്കും എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആൽഫയേക്കാളും ചെറുതായിരിക്കും, ബീറ്റയേക്കാളും വലുതുമായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? റെഡി? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. എക്സിന്റെ വാല്യൂ ആൽഫേനേക്കാളും ചെറുതുമായിരിക്കും. അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ബീറ്റയും ആയിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? റെഡി? സോ ആ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേ കാര്യം തന്നെയായിരിക്കും a <0, അതായത് ആ ax² + bx + c എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഫംഗ്ഷന്റെ a നെഗറ്റീവ് ആണെങ്കിൽ, <0 ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ അപ്പം ഈ കേസിൽ ax² + bx + c എന്ന് പറയുന്നത് <0 വരണം എന്നുണ്ടെങ്കിൽ തിരിച്ചു നോക്കിക്കേ, <0 എന്ന് പറഞ്ഞാൽ താഴത്തെ പോർഷൻ എക്സ് ആക്സിന് താഴെയാണല്ലോ നെഗറ്റീവ് വരുന്നത്, ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതേ സാധനം എക്സ് <α ആയിരിക്കും, ഓർ എക്സ് > ബീറ്റ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ദെൻ ഇവിടെ ax² + bx + c എന്ന് പറയുന്നത് >
ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ബിറ്റ്വീൻ ആയിരിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതാ നോക്കിക്കേ, ഗ്രേറ്റർ ദാൻ 0 വരണമെങ്കിൽ ഇതായിരിക്കും നിൽക്കുന്നത്. സോ ഗ്രേറ്റർ ദാൻ വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ബിറ്റ്വീൻ ആയിരിക്കും നിൽക്കുന്നത്. മനസ്സിലായ മക്കളെ? സോ അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ലേ, പഠിച്ച കാര്യങ്ങളാണ്, മറന്നു പോകാൻ പാടില്ല കേട്ടോ. റെഡി. ഇനി നമുക്ക് അടുത്തൊരു കേസും കൂടെ പറയാനുണ്ട്. സോ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞു, ഇവിടെ ഡിസ്ക്രിമിനൻ്റ് എന്തായിരിക്കും? ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ b² - 4ac എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. കാരണം എന്താണ്? റിയൽ റൂട്ട്സുകൾ ഇവിടെ ഇല്ല. എക്സ് ആക്സിന് മേലോട്ട് നമ്മുടെ ax² + bx + c നിന്നാൽ അല്ലേ. സോ അതിൻ്റെ അർത്ഥം ax² + bx + c എന്ന് പറയുന്നത് എന്താ മക്കളെ? പോസിറ്റീവാണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. കാരണം എന്താ? എക്സ് ആക്സിന് മേലെ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ അത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ ഡിസ്ക്രിമിനൻ്റ് എന്തായിരിക്കും? എ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് b² - 4ac എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെസ് ദാൻ ഇവിടെ 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതറിയാമല്ലോ, സംശയമില്ലെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് അടുത്ത കേസ് നോക്കിയാൽ ഇത് നമുക്ക് താഴോട്ടാണ് നിൽക്കുന്നതെങ്കിൽ a<0 ആയിരിക്കും ഇവിടെ വരുന്നത്. a<0 ആയിരിക്കും. അതുപോലെ തന്നെ ax² + bx + c എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇവിടെ <0 ആയിരിക്കും. ഈ കേസിലും എന്തായിരിക്കും? ഡിസ്ക്രിമിനൻ്റ് b² - 4ac എന്ന് പറയുന്നത് എന്താ? <0. കാരണം എന്ത് ചെയ്യുന്നില്ല? ഇവിടെ റൂട്ട്സുകൾ ഉണ്ടാകുന്നില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നോ റിയൽ റൂട്ട്സ് ഉണ്ടാകുന്നില്ല. നോ റിയൽ റൂട്ട്സ് ആണ്, റൂട്ട്സുകൾ ഉണ്ടാകുന്നില്ല, റിയൽ റൂട്ട്സുകൾ ഉണ്ടാകുന്നില്ല. പറയുന്നത് മനസ്സിലായോ? അപ്പോൾ ഈ കണ്ടീഷൻസ് രണ്ടും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം ആ എക്സ്കോൻ്റെ കോയിഫിഷ്യൻറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് ഓൾവേസ് ലെസ് ദാൻ 0 ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. അത് എവിടെ നിന്നാണ് നമുക്ക് മനസ്സിലായത്? നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ 3 എണ്ണം നമ്മൾ വരച്ചിരിക്കുന്നതിൽ നിന്നാണ് ഇത് നമ്മൾ എന്ത് ചെയ്തത്? മനസ്സിലാക്കിയെടുത്തത്. തേർഡ് കേസ് ക്ലിയർ ആണോ? റെഡിയാണോ? മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു കേസും കൂടി ഇവിടെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം a> 0 ആവുന്ന കേസിൽ നമുക്കൊരു മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കൂടെ പറയാൻ പറ്റും അല്ലേ. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ നമുക്കറിയാം. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ബിറ്റ്വീൻ ആണ്. സോ ഇവിടെ ഒരു മിനിമം വാല്യൂ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ആ മിനിമം വാല്യൂ ഫോം ചെയ്യുന്നത് എക്സ് എപ്പോഴാകുമ്പോഴാണ്? -b/2aയിലായിരിക്കും ആ മിനിമം വാല്യൂ ഫോം ചെയ്യുന്നത് അല്ലേ. ആ പോയിന്റിലായിരിക്കും മിനിമം വാല്യൂ നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെയാണ് ഏറ്റവും മിനിമം വാല്യൂ നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അതുപോലെ മിനിമം വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ മിനിമം വാല്യൂ ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് പഠിച്ചു വെച്ചാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. - എന്തായിരിക്കും മക്കളെ? b² - 4ac/4a എന്നായിരിക്കും അല്ലേ. അപ്പം ഈ ഒരു റിസൾട്ടും കൂടെ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ മക്കളെ? ഇപ്പോൾ ഓർമ്മ കിട്ടുന്നുണ്ടോ? ഈ കാര്യങ്ങൾ സാറ് പറയുമ്പോൾ പഴയ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത് അല്ലേ. എല്ലാം ഓർമ്മ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. റെഡി. നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത കേസിലും എന്തുണ്ട് മക്കളെ? a<0 ആവുന്ന കേസിലും നമുക്ക് എന്തുണ്ട്? ഇത് പഠിക്കാനുണ്ട്. സോ അപ്പോൾ ഇവിടെ എന്താണ്? ഇത് മേലോട്ടായിരിക്കും നിൽക്കുന്നത്. ഇവിടെയും നമുക്ക് മാക്സിമം വാല്യൂ ആണ് വരുന്നത് അല്ലേ. ആൽഫ, ഇവിടെ ബീറ്റ ഉണ്ട്. ഇവിടെ മാക്സിമം വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. സെയിം സാധനം തന്നെയാണ് കേട്ടോ. ഈ ഗ്രാഫ് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഓക്കെ, റെഡി. സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും. -b/2a ആയിരിക്കും. ദെൻ ഇവിടെ മാക്സിമം വാല്യൂ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന കാര്യം. ഓക്കെ, റെഡിയാണോ മക്കളെ? ക്ലിയർ ആണോ? -b² - 4ac/4a. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞതാണ്. യെസ്. സോ ഓർമ്മ വരണം. വന്നില്ലെങ്കിൽ ഇടിമരിക്കും. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്യാം. ഞാൻ എല്ലാത്തിനകത്തും 1-2 ചോദ്യങ്ങളാണ് ചെയ്യിപ്പിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? ഒന്നിച്ച് വർക്കൗട്ട് ചെയ്യണം. ചോദിക്കാൻ സാധ്യതയുള്ള കോമൺ ക്വസ്റ്റ്യൻസ്. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ടോപ്പിക് എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതേ ഉള്ളൂ, കോൺസെപ്റ്റ് എല്ലാം കൂടെ കേട്ടോ. റെഡി. സോ മക്കളെ, ഈ ചോദ്യം നോക്കിക്കേ. ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ചെയ്തതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പം ലെറ്റ് f(x) be a quadratic polynomial. ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് f(x) എന്ന് പറയുന്നത്. ദെൻ f(-1)ഉം f(2)ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് വൺ ഓഫ് ദി റൂട്ട്സ് ഓഫ് f(x) = 0, f(x) = 0 എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ നമുക്ക് അതെന്താ കിട്ടുന്നത്? അതൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടാണ് കിട്ടുന്നത് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു റൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അതർ റൂട്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു റൂട്ട് 3 ആണെങ്കിൽ അതർ റൂട്ട് നമുക്ക് അറിയത്തില്ല. അതിനെ നമുക്ക് ആൽഫ എന്ന് എടുക്കാമല്ലോ. റെഡി അല്ലേ മക്കളെ? അപ്പോൾ ഒരു റൂട്ട് നമുക്ക് 3 എന്ന് തന്നിട്ടുണ്ട്. അതർ റൂട്ട് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് എടുത്തു? ആൽഫ എന്ന് എടുത്തു. സോ എന്നിട്ട് നമുക്ക് f(x) എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം ax² + bx + c എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട്സുകൾ ആൽഫയും ബീറ്റയും ആണെങ്കിൽ നമ്മളതിനെ
ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കും അല്ലേ. അപ്പം എക്സ് മൈനസ് ആൽഫ അതുപോലെ തന്നെ എക്സ് മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കും. സോ ഇതിനെ ഈക്വൽ ടു 0 ചെയ്യുമ്പോഴായിരിക്കും എക്സ് ഈക്വൽ ടു ആൽഫ എന്നും എക്സ് ഈക്വൽ ടു ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 റൂട്ട്സുകൾ കിട്ടുന്നത്. റെഡി അല്ലേ? ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. റൂട്ട്സുകൾ നമുക്ക് തന്നാൽ നമ്മൾ നോർമലായിട്ട് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യണം. ഹായ് ജോർജ്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3. ഒരു റൂട്ട് നമുക്ക് 3 അറിയാം അല്ലേ. മറ്റൊരു റൂട്ട് എന്താണ്? എക്സ് മൈനസ് ആൽഫയാണ്. ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? റെഡി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. വേണമെങ്കിൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ കിട്ടും, ദെൻ മൈനസ് ആൽഫ എക്സ് കിട്ടും, ദെൻ മൈനസ് 3x നമുക്ക് കിട്ടും, ദെൻ പ്ലസ് 3 ആൽഫ കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് 0 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ക്ലിയർ. ദെൻ എക്സ് സ്ക്വയർ, ദെൻ എക്സിന്റെ ടേം എല്ലാം നമുക്ക് ഒന്നിച്ചെടുക്കാം. സോ ആൽഫ പ്ലസ് 3 ഓഫ് എക്സ് പ്ലസ് 3 ആൽഫ ഈക്വൽ ടു 0. മക്കളെ, അപ്പോൾ ഇതാണ് ഇപ്പം നമുക്ക് എഫ് ഓഫ് എക്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? എഫ് ഓഫ് -1 എഫ് ഓഫ് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് എഫ് ഓഫ് -1 നോക്കിക്കേ, അതായത് എക്സിന് നിങ്ങൾ -1 കൊടുത്തേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 സ്ക്വയർ 1, ദെൻ മൈനസ് ഓഫ് ആൽഫ പ്ലസ് 3 ഇൻറ്റു -1 പ്ലസ് 3 ആൽഫ. ഓക്കെ, സോ അത് നമുക്ക് കിട്ടും. പ്ലസ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എക്സിന് നിങ്ങൾ 2 കൊടുത്തിട്ട് തന്നെ നേരെ എഴുതുക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൽഫയുടെ വാല്യൂ കിട്ടും. ഓക്കെ, റെഡി ആണല്ലോ? അതർ റൂട്ടാണല്ലോ ആൽഫ. അപ്പോൾ ആ കിട്ടിയ വാല്യൂ ഇതിനകത്ത് ഏത് ഇന്റർവെല്ലിന് ബിറ്റ്വീനാണ് കിടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. റെഡി. സോ അപ്പോൾ നമുക്ക് എഫ് ഓഫ് -1 എത്ര കിട്ടും മക്കളെ? 1 പ്ലസ് ആൽഫ പ്ലസ് 3 എന്ന് കിട്ടും, പ്ലസ് 3 ആൽഫ എന്ന് വരും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അടുത്ത 2 കൊടുത്തേ. 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ നമുക്ക് 4 കിട്ടും. ദെൻ നമുക്ക് 2 ആൽഫ, ദെൻ -2 ആൽഫ -6 എന്ന് വരും. ഓക്കെ, -2 ആൽഫ -6 വരും, ദെൻ പ്ലസ് 3 ആൽഫ വരും. ഓക്കെ, സോ ഇത് ഈക്വൽ ടു നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ആൽഫയ്ക്ക് കിട്ടിയ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏത് റേഞ്ചിനുള്ളിലാണ്, ഏത് വാല്യൂ റേഞ്ചിനുള്ളിലാണ് കിടക്കുന്നത് നമ്മൾ നോക്കിയാൽ മതി. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഇറ്റ്സ് റൂട്ട്സ് ലൈസ് ഇൻ ഏത് ഇന്റർവെല്ലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? വേഗം പറഞ്ഞ ആൻസർ. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യണം ഈ വാല്യൂ അല്ലേ. സോ ഈ വാല്യൂ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് നമുക്ക് കളയാൻ പറ്റുന്നതൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ, സോ നമുക്ക് ആൽഫ വരുന്നുണ്ട്, 4 ആൽഫ വരുന്നുണ്ട്, ദെൻ 2 ആൽഫ, ദെൻ നമുക്ക് 5 ആൽഫ എന്ന് വരും. ദെൻ ബാക്കി വന്നിട്ട് നമുക്ക് 2 + 5 ആൽഫ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 2 + 5 ആൽഫ വരും. 2 + 5 ആൽഫ ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇവിടുന്ന് ആൽഫ ഈക്വൽ നമുക്ക് -2/5 കിട്ടും. ഓക്കെ, -2/5 എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ ബിറ്റ്വീൻ നിൽക്കും? ഹായ് അഭിമന്യു. എന്തിനൊക്കെ ആയിരിക്കും മക്കളെ ബിറ്റ്വീൻ നിൽക്കുന്നത്? -2/5 എന്നുള്ള വാല്യൂ നമുക്കറിയാം. -1നും 0ക്കും ബിറ്റ്വീൻ അല്ലേ -2/5 കിടക്കുന്നത്. സോ നമ്മുടെ ആൻസർ എത്ര കിട്ടും? ഓപ്ഷൻ ഡി ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? റെഡി. ഞാനിത് ക്വിക്കായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് അല്ലാണ്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ചെയ്യിപ്പിക്കുവേ. ഓക്കെ, റെഡി. അപ്പോൾ ഇത് ചെയ്യാൻ പഠിച്ചല്ലോ മക്കളെ. ഇതുപോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യത എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട് കേട്ടോ. റെഡി ആണല്ലോ? പറയുന്ന മനസ്സിലായോ മക്കളെ? റെഡി ഗായ്സ്? ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? റെഡി. സോ ജസ്റ്റ് ഞാനിതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാം കൂടെ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞതാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഓരോന്നിനെയും ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഓരോ ചോദ്യങ്ങളും ഞാൻ ചെയ്യിപ്പിക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ലൊക്കേഷൻ ഓഫ് റൂട്ട്സിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തിയറി എല്ലാം ഞാനൊന്ന് ഓടിച്ചിട്ട് പറയുകയാണ് കേട്ടോ മക്കളെ. അപ്പോൾ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ റൂട്ട്സുകൾ എന്ന് പറഞ്ഞാൽ 2 വാല്യൂസിന് ബിറ്റ്വീൻ നിൽക്കുന്നു, വാല്യൂവിനേക്കാളും ലെസ് ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചില്ലേ? അതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ ഓഫ് റൂട്ട്സിനകത്ത് ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്? നെക്സ്റ്റ് ഞാൻ ആദ്യം പറയുന്നത് ഇതാണ്. A > 0 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, A > 0 ആണ്. എന്നിട്ട് നമ്മളോട് പറയുകയാണ് നമ്മുടെ ഈ ഗ്രാഫ് അല്ലെ, ഈ ഗ്രാഫ് നമ്മൾ വരച്ചപ്പോൾ 2 റൂട്ട്സ് നമുക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ആൽഫയും ഫോം ചെയ്തു, ഇവിടെ ബീറ്റയും ഫോം ചെയ്തു. എന്നിട്ട് ഈ ആൽഫ എന്ന് പറയുന്ന നമ്മുടെ റൂട്ട്സും ബീറ്റ എന്ന് പറഞ്ഞ ഈ റൂട്ടും എന്താണ്? 2 വാല്യൂസിന് ബിറ്റ്വീനാണ് കിടക്കുന്നത്. K1 ആൻഡ് K2 എന്ന് പറഞ്ഞ 2 വാല്യൂസിന് ബിറ്റ്വീൻ കിടക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പം ഇത് ഇച്ചിരി വരച്ചത് കുറച്ചുകൂടെ ഇതായിട്ട് വരയ്ക്കണമായിരുന്നു. ഓക്കെ, ഇതെല്ലാം നമ്മൾ വളരെ അടിപൊളിയായിട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അയ്യോ, ഇങ്ങനെയല്ല, ഇങ്ങനെ വരും. സോ അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ എടുക്കാം, ഇവിടെ നമുക്ക് ബീറ്റ എടുക്കാം. ദെൻ ഇവിടെ ഞാൻ K1ഉം K2ഉം കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ K1, ഇവിടെ നമ്മൾ K2 കൊടുക്കുന്നു.
സോ അപ്പോൾ ഇവിടെ K1 ഇവിടെ K2 വരുമ്പോൾ ഇത് എഫ് ഓഫ് K1 എന്ന് വരും. ദെൻ ഇത് നമുക്ക് എഫ് ഓഫ് K2 എന്ന് വരും അല്ലേ. സോ അപ്പോൾ നമ്മുടെ റൂട്ട്സുകൾ K1 K2 എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസിന് ബിറ്റ്വീൻ കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ എന്തായിരിക്കും മക്കളെ വരുന്നത്, രണ്ട് റൂട്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി b² - 4ac എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം ഈക്വൽ റൂട്ട്സ് ആണോ, റൂട്ട്സ് സെയിം ആണോ, ഡിസ്റ്റിങ്ക്റ്റ് ആണോ നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുത്തു. ഓക്കെ, കണ്ടീഷനാണ് ഇവിടെ മുട്ടുന്നുണ്ടല്ലോ. അപ്പോൾ റൂട്ടുകൾ എന്തായാലും ഫോം ചെയ്യുന്നുണ്ട്. രണ്ട് റൂട്ട്സും K1 K2 ബിറ്റ്വീൻ ആണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ b² - 4ac എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നമുക്ക് എന്ത് ചെയ്യാം, കിടക്കാം. അതുപോലെ തന്നെ എഫ് ഓഫ് K1 എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി പോസിറ്റീവ് ആണ്. എഫ് ഓഫ് K2 എന്ന് പറഞ്ഞതും ഡെഫിനറ്റ്ലി എന്താണ്, പോസിറ്റീവ് വാല്യൂ, കാരണം എക്സ് ആക്സിസിന് മേലെയല്ലേ. സോ നമുക്കറിയാം എഫ് ഓഫ് K1 അതുപോലെ തന്നെ എഫ് ഓഫ് K2 ആൻഡ് എഫ് ഓഫ് K2 രണ്ട് വാല്യൂ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും നമുക്കുള്ളത് അല്ലേ. ക്ലിയർ ആണോ മക്കളെ, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, എന്നാൽ ഇവിടെ ഇപ്പോൾ കേട്ടോ ഇത് കേട്ടോ, അപ്പോൾ എന്നാൽ ഇവിടെ കേട്ടോണേ അതെ. സോ അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ നമ്മുടെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തിന് ബിറ്റ്വീനാണ് കിടക്കുന്നത്, K1 K2 ബിറ്റ്വീൻ ആയിരിക്കും കിടക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ, മിനിമം വാല്യൂ എന്ന് പറയുന്നത് K1 K2 ബിറ്റ്വീൻ ആണ് കേട്ടോ. ഓക്കെ, സോ അതിപ്പോൾ -b/2a. ദെൻ ആ മിനിമം വാല്യൂയുടെ ഫോർമുല സാറ് പഠിപ്പിച്ചില്ലായിരുന്നോ കേട്ടോ. ലോഡ് ധനുഷ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ധനുഷ് മോനെ, അപ്പം ഇത് ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ കോൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് കേട്ടോ. റെഡി അല്ലേ. സോ അപ്പോൾ ഇവിടെ മിനിമം വാല്യൂ ഇവിടെ ആണെന്ന് ഞാൻ പറഞ്ഞു. അതിപ്പോൾ പ്രീവിയസ് കേസിൽ ഞാൻ പറഞ്ഞില്ലേ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ കാണിച്ചപ്പം. സോ അപ്പോൾ K1 K2 എന്ന് പറയുന്നത് ഈ മിനിമം വാല്യൂവിന് ബിറ്റ്വീൻ ആയിരിക്കും. ജസ്റ്റ് ഈ കോൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതേപോലെ തന്നെ A<0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, A<0 ആണെങ്കിൽ നമ്മുടെ ഫിഗർ എങ്ങനെ ഇരിക്കും, ഇതേപോലെയാണ് നമുക്ക് ഇരിക്കുന്നത്. ഇവിടെ ആൽഫയും ഇവിടെ ബീറ്റയും വരും. ദെൻ ഇവിടെ നമുക്ക് K1 ഇവിടെ നമുക്ക് K2 ആണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എഫ് ഓഫ് K1 ഉണ്ടാകും, ഇവിടെ എഫ് ഓഫ് K2 ഉണ്ടാകും. ക്ലിയർ ആണല്ലോ. ഇവിടെ എന്താണ് b² - 4ac എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നെ, കാരണം രണ്ട് റൂട്ട്സുകൾ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, റെഡിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് നീ എവിടെ പോയി വിളിച്ചിരുന്നാലും ഞാൻ നിന്നെ പോക്കും കേട്ടോ. എഫ് ഓഫ് K1 <0 ആണ്. അതുപോലെ എഫ് ഓഫ് K2 എന്താണ്, <0. എന്തുകൊണ്ടാണ് <0 വരുന്നത്, എക്സ് ആക്സിന് ബിലോ ആയതുകൊണ്ടല്ലേ കേട്ടോ. ഓക്കെ, സോ അത് ഇതാകും. മിനിമം വാല്യൂ എന്ന് പറയുന്നത് അത് മാക്സിമം വാല്യൂ, ഇവിടെ മിനിമം അല്ല മാക്സിമം വാല്യൂ ആണ്. ഇത് ഈ -b/2a എന്ന് പറയുന്നത് എന്തായിരിക്കും, K1 K2 ബിറ്റ്വീൻ തന്നെ ആയിരിക്കും കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക കേട്ടോ. റെഡിയാണല്ലേ മക്കളെ. യെസ്, ഓക്കെ, അങ്ങനെ ഞാൻ പൊക്കിയതാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, ഇതിനകത്ത് ഈ ഒരു കാര്യമെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. റെഡി, നമുക്ക് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ക്വസ്റ്റ്യൻ രീതിയിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. റെഡി, അപ്പോൾ മക്കളെ നോക്കിക്കേടാ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് തിയറി ഞാൻ പറഞ്ഞു, പക്ഷേ ചോദ്യം ചെയ്യാനാണല്ലോ നമ്മൾ അറിയേണ്ടത് കേട്ടോ. റെഡി, യെസ്, അതിൽ നിന്നാണ് ഞാൻ പിടിച്ചത് അമ്മയെ അവനെ കേട്ടോ. പഠിപ്പിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവനാണെന്ന്. ഓക്കെ, സോ ഇഫ് ബോത്ത് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ചോദ്യങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്യിക്കുന്നത് കേട്ടോ. നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ, സർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മിനിമം എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, പിന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എല്ലാം നീ നോക്കുക കേട്ടോ. ഞാനിപ്പോൾ അല്ലാതെ കുറേ ക്വസ്റ്റ്യൻസ് കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്, നമുക്ക് അത് വർക്കൗട്ട് ചെയ്യണം, അത് നല്ലപോലെ ഒന്ന് നോക്കണേ. അത് ജെയ്ക്ക് ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. ഹായ് അബിൻ. ഓക്കെ, റെഡി. സോ മക്കളെ, നമുക്ക് ഈ രണ്ട് ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം കേട്ടോ. ഞാൻ തിയറി ഒന്ന് ഓടിച്ച് പറയണമല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം പറയുന്നത്. നിങ്ങളെല്ലാം മറന്നുപോയി കാണും, കുറേ ആയില്ലേ പഠിച്ചിട്ട് കേട്ടോ. ഇഫ് ബോത്ത് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - mx + 4 = 0 ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്, റിയലും ആണ് ഡിസ്റ്റിങ്ക്റ്റും ആണ്. ഓക്കെ, ആൻഡ് ദേ ലൈസ് ഇൻ ദ ഇന്റർവെൽ 1 and 5. ഓക്കെ, അപ്പോൾ രണ്ട് റൂട്ട്സ് എന്തിനൊക്കെ ബിറ്റ്വീനാണ് നിൽക്കുന്നത്, 1 - 5 ബിറ്റ്വീനാണ് നിൽക്കുന്നത്. ആൻഡ് എം ലൈസ് ഇൻ ദ ഇന്റർവെൽ, അങ്ങനെയാണെങ്കിൽ എം ഏത് ഇന്റർവെല്ലാണ് ലൈ ചെയ്യുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ചോദ്യം ചെയ്ത് സാറ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് ഇതേ കോൺസെപ്റ്റ്. ഇപ്പോൾ സാറ് പറഞ്ഞ രണ്ട് റൂട്ട്സുകളും എന്തിനൊക്കെ ബിറ്റ്വീനാണ്, K1 K2 ബിറ്റ്വീൻ നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രണ്ട് റൂട്ട്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആണ്. അവർ എന്തിനൊക്കെ ബിറ്റ്വീനാണ് നിൽക്കുന്നത്, 1 - 5 ബിറ്റ്വീൻ ആയിട്ട്. 1 ഉം 5 ഇവിടെയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ബിറ്റ്വീൻ ആയിട്ടാണ് ആ രണ്ട് റൂട്ട്സുകൾ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ ഏത് ഇന്റർവെല്ലിന് ബിറ്റ്വീനാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ചെയ്യാത്ത എത്ര ക്വസ്റ്റ്യൻസാണ് സാർ ഉദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലായില്ല നീ ചോദിക്കുന്നത്. അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്ന ചോദ്യമാണോ ഉദ്ദേശിക്കുന്നത് മോനെ
ഇപ്പം ചെയ്യാൻ പോകുന്ന എത്ര ചോദ്യം ഉണ്ടെന്നാണോ ചോദിക്കുന്നത്. അതൊരു 8-9 ചോദ്യം ഉണ്ട് കേട്ടോ. ഓക്കെ, റെഡി. അതാണോ നീ ഉദ്ദേശിച്ചത് എനിക്ക് അറിയത്തില്ല. സോ അപ്പോൾ ഈ കേസിൽ നമ്മൾ പറഞ്ഞ 2-3 കേസുകൾ എന്താണ്? ഇങ്ങനെയാണെങ്കിൽ B² - 4AC എന്താണ്? > 0 ആണെന്നുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് കേസ് അറിയാം അല്ലേ? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ B² - 4AC > 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം B² എത്ര കിട്ടും? M² - 4 × A × C. 4 ഇത് > 0 ആണ്. സോ ഇവിടെ നമുക്ക് M² -16 > 0 എന്ന് കിട്ടും. ഇവിടുന്ന് M² > 16 വരും. ഇവിടുന്ന് എമ്മിൻ്റെ വാല്യൂ നമുക്ക് ± 4 കിട്ടും. സോ അതായത് എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? -4ഉം +4ഉം എടുത്തു കഴിഞ്ഞാൽ 4നേക്കാൾ ഗ്രേറ്ററും കിട്ടും, -4നേക്കാൾ താഴോട്ടും നിൽക്കും. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ ആ ഒരു ഇന്റർവെൽ എന്ന് പറയുന്നത് മക്കളെ. ക്ലിയർ ആണല്ലോ? അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ കോൺസെപ്റ്റ് എന്താണ്? അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടുന്ന് ഒരു കേസ് മാത്രമേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ, എമ്മിൻ്റെ വാല്യൂ അല്ലേ? ഇനി അടുത്ത കേസ് എന്താ? നമുക്ക് f(k1) ഉം f(k2) ഉം രണ്ടും എന്താണ്? > 0 ആണ്. അങ്ങനെ ഒരു കൗണ്ട് ഒന്നും ഇല്ല കേട്ടോ, എത്ര വേണമെങ്കിലും ചെയ്യാം. ന്യൂ അഡ്മിഷൻ ആണോ? ഓക്കെ, ശരി. അങ്ങനെയൊന്നും ഇല്ല. ആപ്പിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ ചെയ്യുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, റെഡി. ഓക്കെ മോനെ, അപ്പോൾ നമുക്ക് f(k1) ഉം f(k2) ഉം > 0 എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇവിടെ f(k1) ഉം f(k2) എത്രയാ? f(1) ഉം f(5) ഉം. കാരണം k1 ഉം k2 എത്രയാ? 1 ഉം 5 ഉം ആണ് അല്ലേ? സോ അപ്പോൾ f(1) ഉം f(5) എന്താണ് മക്കളെ? > 0 ആണെന്ന് നമുക്കറിയാം. സോ ആ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ f(1) നമുക്ക് എഴുതിയാലോ? f(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എക്സിന് 1 കൊടുക്കണം. സോ 1 - m + 4 അല്ലേ? സോ 1 - m + 4 > 0. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 5 - m > 0, അതായത് 5 > m. ഇവിടുന്ന് എമ്മിൻ്റെ വാല്യൂ <5 എന്ന് കിട്ടും. ഓക്കെ, സെറ്റ്. ഇനി ഇവിടെ നമുക്ക് ചെയ്യാം. സോ 5² വരുമ്പോഴത്തേന് 25 - 5m + 4 ഇതും > 0 വരും. സോ ഇവിടെ നമുക്ക് 29 - 5m > 0. സോ 29 > 5m വരും. സോ ഇവിടുന്ന് എമ്മിൻ്റെ വാല്യൂ നമുക്ക് 29/5 എന്ന് കിട്ടും. ഓക്കെ, റെഡി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ എമ്മിൻ്റെ വാല്യൂ അവിടെ നിന്നും കിട്ടി. ഇനി നമുക്ക് ഒരു കാര്യവും കൂടി ഉണ്ട്. എന്താണ്? നമ്മുടെ മിനിമം വാല്യൂ. അതെ, അതും ബിറ്റ്വീൻ k1നും k2നും ബിറ്റ്വീനാണ്. അതായത് 1നും 5നും ബിറ്റ്വീനാണ് നമ്മുടെ ഏത് വാല്യൂ? -b/2a എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കണ്ടീഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ -b എന്ന് പറഞ്ഞാൽ ഇവിടെ -m ആണ്. സോ -m / 2 × a എത്ര മക്കളെ? 1 തന്നെയാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? 1 < m/2 <5. 2നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് 2 m 10 എന്ന് കിട്ടും. സോ 3 കേസിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നമ്പർ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ എല്ലാവരെയും കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്യാനായിട്ട് പോവാം. സോ നമുക്ക് ഏതൊക്കെ വാല്യൂസ് മക്കളെ ഉള്ളതെന്ന് നോക്കിക്കേ. +4 -4 ഉണ്ട്, ദെൻ 5 ഉണ്ട്. 29/5 എന്ന് പറയുമ്പോൾ 5.8 ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? നെക്സ്റ്റ് 1 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരും കൂടി ഞാൻ എന്ത് ചെയ്യാൻ പോകണം? നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പോകണം. -∞ മുതൽ -∞ വരും, -4 വരും, ദെൻ 2 വരും. ആ നമ്പർ ലൈനിൽ അതേ ഓർഡർ തന്നെ എഴുതണം കേട്ടോ. 4 വരും, ദെൻ 5 വരും. 29/5 എന്ന് പറയുമ്പോഴത്തേന് 5.8 വരും, പിന്നെ 10 വരും, പിന്നെ ∞ വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, റെഡി. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ നോക്കാം? ഇത് -4നും 4നും ബിറ്റ്വീന്, അത് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. > ഇല്ല, ജസ്റ്റ് > മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഓർത്തോണം. അപ്പോൾ അത് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ള കാര്യം ഓർത്തോണേ. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കളർ വെച്ച് നോക്കാം. സോ ഇവിടുന്ന് ഇങ്ങോട്ടും അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഗ്രീൻ കളർ വെച്ച് ഞാൻ കൊടുത്തു ഫസ്റ്റ് ഇന്റർവെല്ല്. ഇനി അടുത്ത് നമുക്ക് ഇത് കൊടുക്കാമല്ലോ. m <5ഉം m <29/5ഉം. അത് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു കളർ വെച്ച് കൊടുക്കാം. ഓക്കെ, യെല്ലോ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം m <5 എന്ന് പറയുമ്പോൾ m <5 പോകും. അതുപോലെ 29/5നേക്കാളും ലെസ്സായിട്ട് m ഉണ്ട്. ഓക്കെ, അത് നമ്മൾ വരച്ചു. നെക്സ്റ്റ് ഇനി നമുക്ക് ഏതാ ഉള്ളത്? ഈ ഇന്റർവെല്ല. എമ്മിൻ്റെ വാല്യൂ 2നും 10നും ബിറ്റ്വീൻ. ഓക്കെ, 2നും 10നും ബിറ്റ്വീൻ നമുക്കത് വെള്ള കളർ കൊണ്ട് തന്നെ വരയ്ക്കാം. 2നും 10നും ബിറ്റ്വീൻ. അപ്പോൾ 2ഉം 10ഉം ഒന്നും ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അപ്പോൾ 2 അതുപോലെ തന്നെ 10ന് ബിറ്റ്വീൻ. 10 എവിടെയാ? ഇവിടെ വരെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ 3 കളറും കൂടെ ക്ലബ് ചെയ്ത് വന്നിരിക്കുന്ന ഏരിയ ഏതാണോ അതായിരിക്കും നമ്മുടെ ഇന്റർവെൽ എന്ന് പറയും, എം സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പം ഗ്രീനും യെല്ലോയും വെയിറ്റും കൂടെ വരുന്ന പോർഷൻ ഏതാ മക്കളെ? ഇത്രയും പോർഷൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റർവെല്ലാണ്. അതായത് എമ്മിൻ്റെ വാല്യൂ എന്തിനൊക്കെ ബിറ്റ്വീൻ നമുക്ക് നിൽക്കും? എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 4നും 5നും ബിറ്റ്വീൻ ആയിരിക്കും നമുക്ക് എമ്മിൻ്റെ വാല്യൂ നിൽക്കുന്നത്.
പറയുന്നത്. ക്ലിയർ ആണോ? 4-നും 5-നും ബിറ്റ്വീൻ നിൽക്കും. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ ചെയ്ത് കാണിച്ചതെന്ന് വെച്ചാൽ ആ കോൺസെപ്റ്റ് ഒന്ന് തറവാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ചോദ്യം ഇപ്പോൾ ചെയ്ത് കാണിച്ചത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? സെറ്റാണോ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കേട്ടോ? ക്ലിയർ? റെഡി? അപ്പോൾ ഞാൻ ഓരോ കോൺസെപ്റ്റ് പറയുന്നു, ദെൻ അതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിക്കുന്നു. അത് ഞാൻ ജസ്റ്റ് ഈ തിയറി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേട്ടോ? റെഡി മക്കളെ? നെക്സ്റ്റ് നമുക്ക് പരീക്ഷയ്ക്ക് JEEക്ക് കൂടുതലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കാറുണ്ട്. ഓക്കെ, അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, അത്തരം ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ കുറേ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ് അല്ലേ? ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറേ നമ്മൾ വർക്കൗട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഇനിയും അതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, റെഡി ആണല്ലോ? അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അത് നിങ്ങൾ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്, അത് നോക്കിയാൽ മതിയേ. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ടുള്ള നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണുള്ളത് നമുക്കറിയാം. 1-1 ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓൺ ടു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? പിന്നെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. 1-1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഓൺ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് സർജക്റ്റീവ് ഫംഗ്ഷൻസ് വിളിക്കാം. രണ്ടും കൂടെ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കും. 1-1 അല്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും? മെനി വൺ എന്ന് വിളിക്കും. ഓൺ ടു അല്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻ ടു എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ സാറ് പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ? ഒരു ഫംഗ്ഷൻ 1-1 ആണെന്ന് പറയണമെങ്കിൽ അതിനകത്തെ കണ്ടീഷൻ എന്താ മക്കളെ പറഞ്ഞത്? സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാവണം? ഇമേജസ് ഉണ്ടായിരിക്കണം അല്ലേ? സെറ്റ് എയിലെ 2 ഡിഫറെന്റ് എലമെന്റ്സിന് എന്ത് ചെയ്യാൻ പാടില്ല? ഒരേ ഇമേജ് വരാനായിട്ട് പാടില്ല. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ ആണോ മക്കളെ? സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടാവണം. സെറ്റ് എയിലുള്ള ഏതെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സിന്, സെറ്റ് എയിലെ കുറച്ച് എലമെന്റ്സ് ഇല്ലേ, അതിൽ ഡിഫറെന്റ് എലമെന്റ്സുകൾക്ക് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഒരേ ഇമേജ് വരാനായിട്ട് പാടില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അതാണ് 1-1 എന്ന് പറയുന്നത്. ഒരേ ഇമേജ് വന്നു കഴിഞ്ഞാൽ അത് 1-1 ആകത്തില്ല, അത് മെനി വൺ ആകും. ഓക്കെ, ഇപ്പോൾ F(2)നും F(-2)നും 2ഉം -2ഉം സെറ്റ് എയിലെ എലമെന്റ് ആണെങ്കിൽ F(2) നിങ്ങൾ എടുത്താലും F(-2) നിങ്ങൾ എടുത്താലും ഒരേ ഇമേജാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് 1-1 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ക്ലിയർ അല്ലേ മക്കളെ? അത് മെനി വൺ ആയി പോകും. ഇനി ഓൺ ടു അല്ലെങ്കിൽ ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? അതിനെ നമുക്ക് ഓൺ ടു എന്ന് വിളിക്കാം. റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ നമുക്ക് ഇൻ ടു എന്ന് വിളിക്കാം. ഇനി 1-1 ആണ്, അതുപോലെ തന്നെ ഓൺ ടു ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? നമുക്ക് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ക്ലിയർ ആണോ മക്കളെ? സോ ഇതാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് ഫംഗ്ഷന്റെ കാറ്റഗറിയിൽ നമുക്ക് പറയാനുള്ളത്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണല്ലോ, ഇതൊന്നും ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ മക്കളെ. എല്ലാ ബേസിക്സും സാറ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഓടിച്ചു വിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. കേട്ടോ? ക്ലിയർ ആണല്ലോ? റെഡി? കാര്യം മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. കേട്ടോ? അപ്പോൾ അതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. റെഡി ഗായ്സ്? ഓക്കെ അല്ലേ എല്ലാവരും? റെഡി? ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം സാറ് പറഞ്ഞു കഴിഞ്ഞു. കേട്ടോ? ഇനി ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. 1-1 ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള പരിപാടി അല്ലേ? സോ 1-1 ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പോൾ 1-1 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ വഴിയുണ്ട്? നമുക്ക് 2 വഴിയുണ്ട്. ഒന്നെന്ന് പറയുന്നത് f(x1) = f(x2). ഞാനിപ്പോൾ തിയറി എല്ലാം ക്വിക്കായിട്ടൊന്ന് പറയാണ് കേട്ടോ. f(x1) = f(x2) നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഇത് ഇംപ്ലൈസ് x1 = x2 എന്ന് കിട്ടിയാലേ നമുക്കിത് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? ഇത് 1-1 എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി 1-1 ആണെന്ന് അറിയാൻ വേണ്ടി മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് അല്ലേ? നമുക്കറിയാം സൈനസോയ്ഡൽ ഫംഗ്ഷൻ ആണ്. സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഗ്രാഫിൽ മോർ ദാൻ 1 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. മോർ ദാൻ 1 പോയിന്റിൽ ഗ്രാഫിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം? ഇതെന്ന് പറയുന്നത് 1-1 അല്ലേ? കാരണം ഇത് മെനി വൺ ആണ് അല്ലേ? ഗ്രാഫിൽ ഒരേ ഒരു പോയിന്റ് ടച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ? 1-1 എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പം f(x) = x² ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക, x². അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്? 2 സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? x² നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ f(2) എടുത്താലും നിങ്ങൾക്ക് 4 ആയിരിക്കും
കിട്ടുന്നത്. f(-2) എടുത്താലും നിങ്ങൾക്ക് 4 ആയിരിക്കും കിട്ടുന്നത്. കാരണം 2 ഇമേജ് വന്നില്ലേ, 2 ഡിഫറെൻറ്റ് എലമെൻറ്റിന് ഒരേ ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇത് 1 1 അല്ല. അതേസമയം x³ ഗ്രാഫ് എടുത്താലോ അത് ഇങ്ങനെ ഇരിക്കും, x³ ഗ്രാഫ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എടുത്താൽ ഒരിടത്തെ നമുക്ക് ടച്ച് ചെയ്യത്തുള്ളൂ. കാരണം എന്താ, 2³ എടുത്താലും -2³ എടുത്താലും രണ്ട് വാല്യൂസാണ് കിട്ടുന്നത്. 2³ എടുത്താൽ 8 കിട്ടും, -2³ എടുത്താൽ -8 കിട്ടും. രണ്ടും ഡിഫറെൻറ്റ് ഇമേജ് അല്ലേ വരുന്നത്. സോ x³ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, 1 1 ആണ് അല്ലേ. x³ 1 1 ആണ്, പക്ഷേ x² എന്താണ് 1 1 അല്ല. പറയുന്നത് മനസ്സിലായോ? ജസ്റ്റ് ആ കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ മക്കളെ? ഈ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡി. സോ ഇനി നമുക്ക് അടുത്തത് നോക്കട്ടെ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. f(x) എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലേ, അതിപ്പോൾ 2x എന്ന് വിചാരിച്ചോ. g(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനാണ്, ഇപ്പോൾ √x എന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് നിങ്ങളോട് പറയുകയാണ് f കോമ്പോസിഷൻ ഓഫ് ജിയും g കോമ്പോസിഷൻ ഓഫ് എഫും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, f കോമ്പോസിഷൻ ഓഫ് ജി എന്ന് പറഞ്ഞാൽ f(g(x) എന്നാണ് പറയുന്നത്. g കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ g(f(x) എന്നാണ് പറയുന്നത്. അതായത് f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ എക്സിന്റെ സ്ഥാനത്ത് ആര് കയറി കിടക്കും, √x കയറി കിടക്കും. അതായത് 2 × എക്സിന്റെ സ്ഥാനത്ത് √x കയറി കിടക്കും. ഇനി g(x) എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കിടക്കും, f(x) കയറി കിടക്കും. അതായത് √2x എന്ന് കയറി കിടക്കും. ഇതാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ നമുക്ക് f(x) = ഇപ്പോൾ 3x + 4 എന്നാണ് കിടക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ y = നമ്മൾ ഇക്വേറ്റ് ചെയ്യും, എന്നിട്ട് 3x + 4 എന്നിടും. ദെൻ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, y - 4 3x എന്നിടും. ദെൻ x = എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. അപ്പോൾ y - 4 / 3 എന്ന് കിട്ടും. ഇനി ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളൊന്നും ചെയ്യേണ്ട. ഇപ്പോൾ കിട്ടിയ ഈ വാല്യൂവിനകത്ത് y-യുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി, x കൊടുത്താൽ മതി. ഇതായിരിക്കും നമുക്ക് ഇൻവേഴ്സ് കിട്ടുന്നത്. ക്ലിയർ ആണോ മക്കളെ? റെഡി? ഇപ്പോൾ ഇതൊക്കെ സാറ് ജസ്റ്റ് പെട്ടെന്ന് ക്വിക്കായിട്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാൻ, കാരണം സമയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, റെഡി. സോ അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ സാറ് പറയാം, നമ്പർ ഓഫ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഓക്കെ, സെറ്റ് എയ്ക്കകത്ത് നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് എയ്ക്കകത്ത് m എലമെൻസും സെറ്റ് ബിക്കകത്ത് n എലമെൻസും ഉള്ളെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, n⁻m ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. റെഡിയാണല്ലോ മക്കളെ? അപ്പോൾ ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി നമുക്ക് 1 1 ഫംഗ്ഷനും 1 2 ഫംഗ്ഷനും ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും കൂടെ ഞാൻ പെട്ടെന്നത് ക്വിക്കായിട്ട് ആ ഷോർട്ട് കട്ടും കൂടെ ഒന്ന് പറയാം കേട്ടോ. അതായത് ഓക്കെ, ഇവിടെ ഞാൻ m എന്ന് എഴുതാം. ഓക്കെ, m എന്ന് എഴുതാം. ഓക്കെ, റെഡി. അപ്പോൾ ഇത് m⁻n എന്ന് വരും. ഓക്കെ മക്കളെ, ഓക്കെ. സോ ഇനി നമ്മൾ നോക്കുകയാണ്, നമ്മുടെ n<m അല്ലെങ്കിൽ n>m ആണെങ്കിൽ എന്തൊക്കെയാണ് വാല്യൂസ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. സെറ്റ് എയ്ക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട് അത് ഓർമ്മയുണ്ടോ? സെറ്റ് എയ്ക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്, സെറ്റ് ബിക്കകത്ത് എത്ര എലമെന്റ് ഉണ്ട്. സെറ്റ് എയിലെ എലമെന്റ് സെറ്റ് ബിയിലെ എലമെന്റിനേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്പർ ഓഫ് 1 1 ഫംഗ്ഷൻ, നമ്പർ ഓഫ് 1 2 ഫംഗ്ഷൻ, നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നത് നമ്മൾ പണ്ട്. അതുപോലെ തന്നെ സെറ്റ് എയ്ക്കകത്തെ എലമെന്റിന്റെ എണ്ണം സെറ്റ് ബിക്കകത്തെ എലമെന്റിന്റെ എണ്ണത്തിനേക്കാളും കൂടുതലാണെങ്കിൽ എങ്ങനെയാണത് പറയുന്നത് ഞാൻ പറഞ്ഞു. അതുപോലെ രണ്ട് എലമെന്റ്സിനകത്ത് രണ്ട് സെറ്റിനകത്തെ എലമെന്റ്സുകളുടെ എണ്ണം ഈക്വൽ ആണെങ്കിൽ എങ്ങനെയാണത് പറയുന്നത്, എല്ലാം n⁻ ആയിരിക്കും അല്ലേ. 1 1 ഫംഗ്ഷൻ n⁻ ആയിരിക്കും, 1 2 ഫംഗ്ഷൻ n⁻ ആയിരിക്കും, ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരിക്കും, n⁻ ആയിരിക്കും. ഇത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ക്ലിയർ ആണോ മക്കളെ? കാര്യം പറയുന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മറന്നു പോകരുത് കേട്ടോ. റെഡിയാണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ആ കാര്യവും കൂടെ എല്ലാവരും ഓർത്തു വെക്കണേ. ഓക്കെ, റെഡി. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഞാൻ ഇനി തിയറി പറഞ്ഞ് സമയം കളയുന്നില്ല, കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനല്ലേ സമയം കിട്ടത്തില്ല കേട്ടോ. സോ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് മക്കളെ. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരു സ്പെഷ്യൽ ഫംഗ്ഷന്റെ കേസും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. അതായത് f(x) = ax + b/cx - a. ഇത് വളരെ ഷോർട്ട് കട്ടാണ് ഒരു കാര്യം, നമുക്കിത് പല ക്വസ്റ്റിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ f(x) = ax + b/cx - a എന്നാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഈ എക്സിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ a ആണ്. താഴെ തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷനകത്ത് ഈ എക്സിന്റെ കോയിഫിഷ്യന്റിന്റെ ഓപ്പോസിറ്റ് സൈൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വളരെ എളുപ്പത്തിൽ ഉത്തരങ്ങൾ എഴുതാം. f(x) എന്ന് പറഞ്ഞാൽ x ആണ്. അതുപോലെ f(x) ഉം f⁻(x) എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നോക്കിക്കേ, ഇങ്ങനെയായിരുന്നു നോക്കുന്നത് കേട്ടോ. f(x) = x + 1 x - 1 തന്നിട്ടുണ്ട്. ഈസ് എ റിയൽ ഫംഗ്ഷൻ. ദെൻ f(2) കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട എന്താ, ഇവിടുത്തെ എക്സിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്. താഴെ ഈ 1ന്റെ
നെഗറ്റീവ് സൈൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം, നെഗറ്റീവ് 1 ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? എഫ് ഓഫ് എക്സ് എക്സും എഫ് ഇൻവേഴ്സ് ഓഫ് എക്സും ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 2 എന്തായിരിക്കും? ഈ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് എഫ് ഓഫ് 2 നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? സോ എഫ് ഓഫ് 2 നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 + 1 / 2 - 1 ദാറ്റ് ഈസ് 3/1 കിട്ടും. 3 എന്ന് കിട്ടും നമുക്ക് ആൻസർ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ മക്കളെ? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്തരം പാറ്റേൺ ഓഫ് സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്തതാണ്? ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പോൾ സാറ് ആ ഫംഗ്ഷനും കൂടെ ജസ്റ്റ് എന്ത് ചെയ്തതാണ്? ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലിയർലി? അപ്പോൾ ജെയ്ക്കും അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ ജെയ്ക്കും അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. നമുക്ക് 2 ജെയ് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ ചോദ്യം നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. നോക്കിയാൽ മക്കളെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ എക്സ് ഡിവൈഡ് ബൈ x + 1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വാല്യൂ ഓഫ് ആൽഫ ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്ത്? ഇത് ഈ ഷോർട്ട് കട്ട് അറിയത്തില്ലെങ്കിൽ നമ്മൾ വളരെയധികം എന്ത് ചെയ്യും? കൺഫ്യൂസ്ഡ് ആയി പോകും. പിന്നെ ഇത് ചെയ്യാനായിട്ട് നടക്കും അല്ലേ? ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അറിയാം. എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണോ അതിന്റെ നേരെ റിവേഴ്സ് സൈൻ ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഉള്ള സാധനമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ +1 വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? റെഡി അല്ലേ? നമ്മൾ പഠിച്ചത് അങ്ങനെയല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. റെഡി അല്ലേ? ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ജെയ്ക്കും ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. ഇത് മറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഓർക്കാൻ വേണ്ടിയാണ് സാർ ഇത് വീണ്ടും പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മക്കളെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x + 3 ഡിവൈഡ് ബൈ 6x - ആൽഫ എന്ന് തന്നിരിക്കുന്നത്. ദെൻ ദ വാല്യൂ ഓഫ് ആൽഫ ഫോർ വിച്ച് എഫ് ഓഫ് x ഈക്വൽ ടു എക്സ്. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സും ആണ്, റാഷണൽ ഫംഗ്ഷനും ആണെങ്കിൽ നമുക്ക് കാര്യം അറിയാം. ഇവിടുത്തെ എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ഇവിടെ വരുന്നത് അല്ലേ? സോ അപ്പോൾ ഇവിടെ കറക്റ്റ് ആണ്. ഇവിടെ ആൽഫ ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും മക്കളെ? 5 ആയിരിക്കും വരുന്നത്. സോ ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഇത് അല്ലാതെ ഇത് ഈ ഷോർട്ട് കട്ട് അറിയത്തില്ലെങ്കിൽ ഇത് വളരെ ലെങ്തി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോ മക്കളെ? റെഡി അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പറയാനുള്ളത് ഈ ചാപ്റ്ററിനകത്ത് കേട്ടോ. അപ്പം ഫംഗ്ഷൻസ് പിന്നെ ഞാൻ ഗ്രേറ്റസ്റ്റ് ഇന്റീരിയർ ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യം കൂടെ നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഫംഗ്ഷൻസ് നമുക്ക് എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. സോ അത് മുഴുവൻ നമുക്ക് ഇവിടെ ഈ 2 hours കൊണ്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ക്വിക്കായിട്ട് എല്ലാ കാര്യവും എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളൊരു ഓവറോൾ ഐഡിയ തന്നിട്ടുണ്ട്. അതെങ്കിലും മിനിമം എന്ത് ചെയ്യണം? ആ ഒരു ഏരിയ എങ്കിലും സ്ലൈഡ്സിനകത്ത് സാറ് പഠിപ്പിച്ചെങ്കിലും ഒന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പോകാനായിട്ട്. ഇനി നമുക്ക് സാറ് കൊണ്ടുവന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, റെഡി മക്കളുടെ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കി, ഇതെല്ലാം ഇപ്പം ഞാൻ ചെയ്യിപ്പിക്കുന്നതെല്ലാം JEE മെയിൻ 2025 ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ഈ വർഷം ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മളുടെ ചോദ്യം. ഈ ചെയ്യാൻ പോകുന്ന മുഴുവൻ 2025 ചോദ്യങ്ങളാണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + 3 ഡിവൈഡ് ബൈ 6x - 4 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് എക്സ് 2/3 ആവരുത്. 2/3 ആയി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. ദെൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് g ഓഫ് എക്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എഫ് കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് g ഓഫ് എക്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ എന്നിട്ട് ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അതവിടെ നിന്നോട്ടെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ജി ഓഫ് 4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എഫ് ആക്ച്വലി ജി ഓഫ് എക്സ് അറിഞ്ഞാലല്ലേ നമുക്ക് ജി ഓഫ് എക്സ് അറിഞ്ഞാലല്ലേ ജി ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ജി ഓഫ് 4 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? എഫ് ഓഫ് എക്സ് ആ. അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ മക്കളെ? റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫ് ഓഫ് എക്സ് ആദ്യം കണ്ടുപിടിച്ചൂടെ മക്കളെ? എഫ് ഓഫ് എക്സ് ആണ് ജി ഓഫ് എക്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ജി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് എന്ന് കണ്ടുപിടിക്കാം അല്ലേ? സോ എഫ് ഓഫ് എക്സ് ആണ് ജി ഓഫ് എക്സ്. സോ ജി ഓഫ് എക്സ് നമുക്ക് എന്തായിട്ട് കിട്ടും മക്കളെ? നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4x + 3 ഡിവൈഡ് ബൈ 6x - 4 ആണ്. അതിനകത്ത് ഈ എക്സിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, പുഷ്പരാജ് പറയുന്നുണ്ട് ആൻസർ ഓപ്ഷൻ ഡി എന്ന്. യെസ്, ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x + 3 ഡിവൈഡ് ബൈ 6x - 4 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 4x + 3 ഡിവൈഡ് ബൈ 6x - 4 -4 എന്ന് വരും. റെഡി അല്ലേ മക്കളെ? സോ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഓക്കെ, റെഡി? സോ നമ്മൾ സോൾവ് ചെയ്താൽ 16x + 12 + 18x - 12. ഓക്കെ, റെഡി?
ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഇനി അത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാമേ. സോ ബാക്കി നമുക്ക് വരുന്നത് 24x പ്ലസ് 18 മൈനസ് 24x പ്ലസ് 16 വരും. റെഡി? സോ മേൽവശം നമ്മൾ ആഡ് ചെയ്ത് 12 12 പോയി. സോ 34x ഡിവൈഡ് ബൈ 34 എന്ന് വരും. സോ നമുക്ക് x എന്ന് കിട്ടും. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, റെഡി? ഇത് സ്പെഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് ചെയ്യാം, ഞാൻ ഇത് ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് സ്പെഷ്യൽ ഫംഗ്ഷൻ തന്നെയാണ്, കാരണം എന്താ 4x പ്ലസ് 3 ഡിവൈഡ് ബൈ 6x മൈനസ് 4 ആണ്. സോ ഇവിടെ എക്സിന്റെ കോയിഫിഷ്യൻ ഞാനത് പറയാൻ വരും, ജസ്റ്റ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സിന്റെ വാല്യൂ 4 ആണ്, അതുപോലെ തന്നെ ഇവിടെ ഓപ്പോസിറ്റ് സൈൻ -4 ആണ്. സോ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം അല്ലേ. എങ്ങനെയാണ് അത് വന്നതെന്നും കൂടെ ഞാൻ പറയുന്നത്, എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ വാല്യൂ എഴുതുന്നത് എങ്ങനെയാണ്. f of x എന്ന് പറഞ്ഞാൽ g of x എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുക അല്ലേ. അപ്പം നമ്മളോട് f of x എന്താ വരുന്നത്, നമുക്ക് x തന്നെയാണ് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, ഈ സാധനം ഈക്വൽ ടു g of x എന്ന്. അപ്പോൾ g of x ന്റെ വാല്യൂ x ആണ് അല്ലേ. സോ g of x ന്റെ വാല്യൂ x, അതിങ്ങനെ കിട്ടിയത് ഞാൻ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് സ്പെഷ്യൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്താണ് g of x ഈക്വൽ ടു x തന്നെയാണ് അല്ലേ, നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് g of 4 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, g of 4. അപ്പോൾ എന്താ g of 4 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. വീണ്ടും g of 4 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. അപ്പം വീണ്ടും g of 4 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. സോ ഫൈനൽ ആൻസർ 4 വരും കേട്ടോ. ഞാനിത് ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമുക്കിത് സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, വളരെ എളുപ്പത്തിൽ അത് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുക, ആൻസർ പറയാൻ പറ്റും, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി ഇവിടെ. ക്ലിയർ ആണല്ലോ മക്കളെ? അതേപോലെ കണ്ടോ, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ചോദ്യം JEE മെയിൻ 2021 ചോദിച്ചാണ്, അതേ പാറ്റേണിലുള്ളൊരു ചോദ്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എക്സ്ട്രാ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, ഈ സാധനം കണ്ടുപിടിക്കാൻ. അത് വലിയ പരിപാടിയൊന്നുമില്ല. ഇത് f of x ഈക്വൽ ടു x ആണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ട്. അത് g of x നോട് ഈക്വൽ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേരൻ്റെ ഒരു ആവശ്യം ഇല്ല. ക്ലിയർ ആണല്ലോ? റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കാം മക്കളെ. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദി ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ f of x ഈക്വൽ ടു റൂട്ട് ഓഫ് x സ്ക്വയർ മൈനസ് 25 ഡിവൈഡ് ബൈ 4 മൈനസ് x സ്ക്വയർ പ്ലസ് ലോഗ് ടു ദ ബേസ് 10 x സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 തന്നിരിക്കുന്നത്. അപ്പം എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഇതിന്റെ ഡൊമൈൻ ഏത് ഫോമിലാണ് കിടക്കുന്നത്, -∞ ആൽഫ യൂണിയൻ ബീറ്റ ഇൻഫിനിറ്റി ദെൻ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ക്യൂബ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ വേഗം കണ്ടുപിടിച്ച മക്കളെ, ഇതിന്റെ ആൻസർ എങ്ങനെയായിരിക്കും നമുക്കിത് ചെയ്യാൻ പോകുന്നത്, ഡൊമൈൻ എന്ന് പറയുന്നത്. വേഗം ചെയ്തേ. അപ്പം ഇവിടെ നമുക്കറിയാം ഈ ഒരു വാല്യൂ ഉണ്ട്, ഈ ഒരു വാല്യൂ ഉണ്ട്. രണ്ട് പേരുടെയും ഡൊമൈൻ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് രണ്ട് പേരുടെ ഇന്റർസെക്ഷൻ നമ്മൾ കണ്ടാൽ മതി അല്ലേ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. രണ്ട് പേരുടെ അത് സെപ്പറേറ്റ് നമ്മൾ ഡൊമൈൻസ് നോക്കണം അല്ലേ. റെഡി? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, റൂട്ട് ഓഫ് x സ്ക്വയർ മൈനസ് 25 എടുക്കാം. റൂട്ട് ഓഫ് x സ്ക്വയർ മൈനസ് 25 എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ്, ആ റൂട്ടിനകത്ത് കിടക്കുന്ന സാധനം ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്കറിയാം x സ്ക്വയർ മൈനസ് 25 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ x സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25, ദെൻ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 വരും. അപ്പോൾ അത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്തെന്താന്ന് നോക്കിക്കേ, താഴെ കിടക്കുന്ന ഈ സാധനം ഒരിക്കലും 0 ആകാൻ പാടില്ല. അത് 0 ആവരുത് അല്ലേ. അതായത് 4 മൈനസ് x സ്ക്വയർ എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0. അത് 0 ആകാൻ പാടില്ല. സോ 0 ആകാൻ പാടില്ല എന്ന് പറയുമ്പോൾ 4 നോട്ട് ഈക്വൽ ടു x സ്ക്വയർ. അതായത് എക്സിൻ്റെ വാല്യൂ എന്തൊക്കെ ആവരുത്, പ്ലസ് ഓർ മൈനസ് 2 ആവരുത്. അതായത് x എന്ന് പറഞ്ഞാൽ ഇവിടെ റിയൽ നമ്പറിൽ നിന്ന് ഈ പ്ലസ് 2ഉം മൈനസ് 2ഉം നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അത് എടുക്കാൻ പാടില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത് എന്താണ്, ഇതാണ് നമുക്കറിയാം ലോഗ്. ഇവിടെ എന്ത് വന്നാലും ആ സാധനം ഓൾവേസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം, 0 ആയിരിക്കണം. റെഡി അല്ലേ മക്കളെ? സോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാം, x സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 അല്ലേ, മൈനസ് 15 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ക്ലിയർ ആണോ മക്കളെ? അതിന് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതിക്കൂടെ. 5 3 മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും, 5 3 സബ്ട്രാക്ട് ചെയ്താൽ നമുക്കവിടെ 2 കിട്ടും. സോ അവിടെ x പ്ലസ് 5ഉം അതുപോലെ തന്നെ x മൈനസ് 3 കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ദെൻ നമുക്ക് നമ്പർ ലൈനിൽ വരച്ച് നോക്കാം. നമ്പർ ലൈനിൽ വരച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് മൈനസ് 5ഉം പ്ലസ് 3 കിട്ടുന്നത്. പ്ലസ് മൈനസ് പ്ലസ്. സോ ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് നമുക്ക് ഇതായിരിക്കും ഇന്റർവെല്ലിൽ വരുന്നത് അല്ലേ. സോ -∞ ടു -5 യൂണിയൻ 3 to ഇൻഫിനിറ്റി ആയിരിക്കും നമ്മുടെ ഇന്റർവെല്ലിൽ വരുന്നത്. ഓക്കെ, റെഡിയാണോ മക്കളെ? ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, -∞ ടു -5 യൂണിയൻ 5 ഇൻക്ലൂഡഡ് ആണ്, കാരണം അവിടെ ഇതുണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. ദെൻ 5 to ഇൻഫിനിറ്റി. സോ ഈ 3 ഇന്റർവെല്ലിൽ നമ്പർ ലൈനിൽ വരച്ചിട്ട് കോമൺ ആയിട്ട് വരുന്ന പോർഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. റെഡി? നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇത് നമ്പർ ലൈനിലേക്ക് പ്ലോട്ട് ചെയ്യാം മക്കളെ. റെഡി?
മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ? വളരെ സിമ്പിൾ ചോദ്യം മക്കളെ. ഇത്തരം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാ വർഷവും ഉണ്ട് ഇത്തരം ചോദ്യങ്ങൾ. അപ്പോൾ ഈ വർഷം തന്നെ പല ഷിഫ്റ്റിലും പല രീതിയിൽ ഇതേപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം -∞ ഉണ്ട്, പിന്നെ നമുക്ക് ഏതാ ഉള്ളത് -5 ആണുള്ളത്, പിന്നെ നമുക്ക് -2 ഉണ്ട്, പിന്നെ നമുക്ക് 2 ഉണ്ട്, പിന്നെ നമുക്ക് 3 ഉണ്ട്, പിന്നെ 5 ഉണ്ട്. ഇത്രയും വാല്യൂസ് അല്ലേ നമുക്ക് ഇതിനകത്തുള്ളൂ. ഇനി നമുക്ക് നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാം. ഇവിടെ നോക്കി -∞ to -5, 5 to ∞. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, -∞ to -5 ഇതുണ്ട്, അത് ഇൻക്ലൂഡഡ് ആണ്. സോ ഞാൻ ഡാർക്കൺ ചെയ്യുന്നു. നെക്സ്റ്റ് 5 to ∞, അവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ഡാർക്കൺ ചെയ്തു, 5 to ∞ കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ നോക്കിയേ -∞ to -5 അത് ഉൾപ്പെടുന്നില്ല. ദെൻ 3 to ∞. അപ്പോൾ നമുക്ക് കളർ വേറെ കൊടുക്കാം, യെല്ലോ കൊടുക്കാം. സോ -∞ to -5 ഇവിടെ ഉൾപ്പെടുന്നില്ല എന്ന് പറയുന്നു. നെക്സ്റ്റ് 3 to ∞, അത് ഉൾപ്പെടുന്നില്ല, 3 to ∞ വരുന്നുണ്ട്, യെല്ലോ കൊടുത്തു. നെക്സ്റ്റ് നമുക്കുള്ള നോക്കിയേ, റിയൽ നമ്പറിൽ നിന്ന് +2 -2 എടുക്കുന്നില്ല, അത് നമ്മൾ ഒഴിവാക്കുകയാണ്. ഓക്കെ, റെഡിയാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനത് വെള്ള കളറിൽ കൊടുക്കുന്നു. -2 നമ്മൾ എടുക്കത്തില്ല, അതുപോലെ തന്നെ 2 നമ്മൾ എടുക്കത്തില്ല. ഓക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. സോ മക്കളെ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ കോമൺ ആയിട്ട് വരുന്ന ഏരിയ എന്തായിരിക്കും കിട്ടുന്നത്, -2 2 എടുക്കുന്നില്ല, അത് നമ്മൾ ഒഴിവാക്കുക റിയൽ നമ്പർ, ബാക്കിയെല്ലാം നമുക്ക് വേണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? റെഡി? അങ്ങനെയാണെങ്കിൽ -2 2 എടുക്കുന്നില്ലെന്നാണ് കേട്ടോ, ഇത് ഇവിടെ വേറെ ഉണ്ട്, ബാക്കിയുണ്ട് കേട്ടോ. ഇതിനുള്ളിലെ വാല്യൂ കുഴപ്പമില്ല, പക്ഷേ -2 2 എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട എന്താ, ഇത് എല്ലാ ലൈനും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഏരിയാസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. ദാ ഇവിടെ വരുന്നുണ്ട്, ഇത് എവിടം വരെ, എവിടെ വരെയാ, -∞ to -5 വരെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എവിടെയാണ് മക്കളെ, ഇവിടെ നോക്കി എല്ലാവരും കൂടെ കോമൺ ആയിട്ട് വരുന്നത് 5 to ∞. അപ്പോൾ ഇവിടെ ഇത് ഇല്ലാത്തത് കൊണ്ട് ഇതുണ്ട്, പക്ഷേ ഇതില്ലാത്തത് കൊണ്ട് നമുക്ക് ഇല്ല എന്നുള്ളതേ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ കോമൺ ഇതെടുത്തു കഴിഞ്ഞാൽ -∞ to -5 ഇല്ല, യൂണിയൻ. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ എല്ലാവരും ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇതെല്ലാവരും ഉണ്ട്. സോ അപ്പോൾ 5 to ∞ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ 5 to ∞. സോ ഇങ്ങനെ തന്നെയല്ലേ നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് ഇൻ്റർവെല്ല്. -∞ to α യൂണിയൻ β to ∞. സോ -∞ to α യൂണിയൻ β to ∞. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, α² + β³ കേട്ടോ. അത് ശ്രദ്ധിച്ചോണം, α² + β³ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ α² എന്ന് പറഞ്ഞാൽ -5 ഹോൾ സ്ക്വയർ 25 ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ 5³ എന്ന് പറഞ്ഞാൽ 125 കിട്ടും. സോ നമ്മുടെ ഫൈനൽ വാല്യൂ 150 എന്ന് കിട്ടും. കണ്ടോ, നല്ലൊരു ചോദ്യമായിരുന്നു. ഇതേപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സോ 150 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? റെഡി? ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, റെഡി ഗായ്സ്? മനസ്സിലായ മക്കളെ? ഓക്കെ, ഇനി ചില കേസിൽ ഞാൻ ഒരു കാര്യം പറയും. ഇവിടെ ലോഗിൻ്റെ അടുത്തും ഇതുപോലെ x-1 എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാഡ്രാറ്റിക് ഫോമോ എന്തെങ്കിലും തരുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ ലോഗിൻ്റെ കേസും കൂടെ നമ്മൾ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ലോഗ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ഓർത്തോളുക. അപ്പോൾ ലോഗ് BA എന്നുള്ള ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇത് ഓൾവേസ് >0, അത് നമുക്ക് സംശയമൊന്നുമില്ല, അത് നമ്മൾ പഠിച്ച കാര്യം തന്നെ അല്ലേ. ദെൻ ഈ ബിയുടെ അവിടെ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതേസമയം ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു x-1 അല്ലെ x² + 5 അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഓർത്തോണം, അതും ഓൾവേസ് > എന്തായിരിക്കും, 0 ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? സോ അത് വെച്ചുകിട്ടും കൂടെ വാല്യൂസ് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു x-1 ഉണ്ടെങ്കിൽ ആ x-1 ഓൾവേസ് >1 എന്നുള്ള കേസ് എടുത്തിട്ട് അങ്ങനെയും കൂടെ അപ്പോൾ x >1 എന്നുള്ള കേസും കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയില്ലേ ഈ ചോദ്യം? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ അല്ല ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പം ഇത് എല്ലാ വർഷവും കാണുന്നൊരു ട്രെൻഡാണ്. ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി ചോദ്യത്തിലേക്ക് പോകാം. ഇതെല്ലാം 2025 ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നോക്കിക്കേ, ദ ഫംഗ്ഷൻ എഫ് ഫ്രം നാച്ചുറൽ നമ്പറിൽ നിന്ന് 1 കുറച്ചു. ഓക്കെ, റെഡി അല്ലേ? ലോഗിന്റെ കണ്ടീഷൻ തന്നെ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ലോഗിന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് വേറൊരു x-1 അല്ലെ x² സംതിങ് ആണെങ്കിൽ ഇത് >0, അതും >0 എന്നുള്ള കണ്ടീഷൻ കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വാല്യൂ കൂടെ അവിടെ വരും, അതും നമ്പർ ലൈനിൽ കൺസിഡർ ചെയ്യണമെന്നാണ് സാറ് പറഞ്ഞത്. ഓക്കെ അല്ലേ? കിട്ടോ ധനുഷ്? റെഡി മക്കളെ? ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ, എഫ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിൽ നിന്ന് 1 കുറച്ചു അല്ലെ, 1 ഇല്ല നാച്ചുറൽ നമ്പറിനകത്ത്, 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 2 3 4 5 6 എന്ന് പറഞ്ഞാൽ പോകുന്നത്. ഓക്കെ, ദെൻ ടു നാച്ചുറൽ നമ്പർ. ഓക്കെ, റെഡി? ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് n ഈക്വൽ ടു ദ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് n.
എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നു അത് 1 ആണോ ഓൺ ടു ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫംഗ്ഷനെ നമുക്ക് അറിയത്തില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 1 ആണോ ഓൺ ടു ആണോ എങ്ങനെ കണ്ടുപിടിക്കും? ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഫംഗ്ഷൻ ഇല്ല നമ്മുടെ കയ്യിൽ, പക്ഷേ ഫംഗ്ഷനെ വേർഡായിട്ട് തന്നിരിക്കുക. എങ്ങനെയാണ്? എഫ് ഓഫ് എൻ എന്നാണ് നമ്മുടെ ഫംഗ്ഷന്. ആ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നാച്ചുറൽ നമ്പറിൽ നിന്ന് 1 ഇല്ല, അപ്പോൾ 2 3 4 5 6 അങ്ങനെ അപ് ടു ഇൻഫിനിറ്റി ടു നാച്ചുറൽ നമ്പർ 1 2 3 4 5 6 അപ് ടു ഇൻഫിനിറ്റി ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ ഫംഗ്ഷൻ എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് എൻ. ഈ എൻ ഇവിടെ എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അതിൻ്റെ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ആയിരിക്കും അതിൻ്റെ ഇമേജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് എൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് എവിടെ മുതൽ എങ്ങോട്ട് ഡിഫൈൻ ചെയ്യുന്നത്? ഡൊമൈൻ നമുക്ക് ഏതൊക്കെയാണ്? ഡൊമൈൻ 2 3 4 5 വരത്തുള്ളൂ. കാരണം ഡൊമൈനകത്ത് എന്നിൽ നിന്ന് 1 കുറച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് ആദ്യം നമുക്ക് എന്തേ കൊടുക്കാൻ പറ്റത്തുള്ളൂ? 2 കൊടുക്കാൻ പറ്റത്തുള്ളൂ. എഫ് ഓഫ് 1 എടുത്തിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എഫ് ഓഫ് 2 കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് പ്രൈം ഫാക്ടറൈസ് നമ്മൾ എഴുതുക. പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ എഴുതാം. 1 × 2 ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റൂ? ഇതിനകത്തെ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് എൻ ആണ് അതിൻ്റെ ഇമേജ് വരുന്നത്. അപ്പോൾ ഇതിനകത്തെ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ഹയസ്റ്റ് പ്രൈം ഫാക്ടർ 1ലും 2ലും പ്രൈം നമ്പർ ആയിട്ട് വരുന്നത് 2 മാത്രമേ ഉള്ളൂ. 1 × 2 2 എഴുതാൻ പറ്റത്തുള്ളൂ. വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ ഫാക്ടർ ആയിട്ട്? ഇല്ല. അതിനകത്ത് പ്രൈം ഏതാ? 2 തന്നെ. ഇനി അടുത്ത നമുക്ക് ഡൊമൈൻ കൊടുക്കാൻ പറ്റുന്നത് 3 ആണ്. 3നെ നമുക്ക് 1 × 3 എഴുതാൻ പറ്റുള്ളൂ. അതിലെ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ആയിട്ട് വരുന്ന ഏതാണ്? 3 തന്നെ. നെക്സ്റ്റ് അടുത്ത നമുക്ക് 4 കൊടുക്കാം. 4നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 × 2 1 × 2 × 2 എന്ന് എഴുതാം അല്ലെ? 1 × 2 × 2 എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് 2 × 2 എന്ന് എഴുതിയാൽ മതി. 1 കൊടുക്കണം നിർബന്ധമില്ല. ഇതിനകത്തേയും ഹയസ്റ്റ് പ്രൈം ഫാക്ടർ എന്ത് തന്നെയാണ്? 2 തന്നെയാണ് അല്ലേ? 1 × 2 × 2 ഇതിനകത്തെ ഫാക്ടേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന 1 ും 2 തന്നെ. ഹയസ്റ്റ് പ്രൈം ഫാക്ടർ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് എഫ് ഓഫ് 5 കൊടുക്കാം. 5 കൊടുക്കുമ്പോൾ 1 × 5 ഇവിടുത്തെ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ 5 ആണ്. 5 ഒരു പ്രൈം ഫാക്ടർ അല്ലേ? അതെ. പ്രൈം നമ്പർ അല്ലേ? അതെ. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് 6 കൊടുക്കാം. 6 കൊടുക്കുമ്പോൾ നമുക്ക് 1 × 6 എന്ന് കൊടുക്കാൻ പറ്റുന്നത് 1 × 2 × 3 എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ എഴുതണം. സോ ഇതിനകത്തെ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ എന്താ? 3 ആണ്. ഇത്ര എഴുതിയാൽ മതി, മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 2 കിട്ടി. എഫ് ഓഫ് 3 എന്ന് പറയുന്നതും 3 കിട്ടി. ദെൻ എഫ് ഓഫ് 4 എന്ന് പറയുന്നത് 2 കിട്ടി. എഫ് ഓഫ് 5 എന്ന് പറയുന്നത് 5 കിട്ടി. ദെൻ എഫ് ഓഫ് 6 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി മക്കളെ? 3 കിട്ടി. ഇത് 1 ആണോ? ഇത് 1 ആണോ? കാരണം എന്താ? എഫ് ഓഫ് 2 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 2 കിട്ടി. എഫ് ഓഫ് 4 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 2 കിട്ടി. എഫ് ഓഫ് 3 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 3 കിട്ടി. എഫ് ഓഫ് 6 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 3 കിട്ടി. ഇനി നിങ്ങൾ ബാക്കി മുന്നോട്ട് എഴുതേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് 1 അല്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം എഫ് ഓഫ് 2 കൊടുത്തപ്പോൾ 2നും 2 ഇമേജ് കിട്ടി, 4നും 2 ഇമേജ് കിട്ടി, 3ക്ക് 3 ഇമേജ് കിട്ടി, 6നും 3 ഇമേജ് കിട്ടി. സോ 1 ആണോ? ഇത് 1 അല്ല. ഓക്കെ അല്ലേ? റെഡി. ഇനി റേഞ്ച് വന്നിരിക്കുന്നത് നോക്കി ഏതൊക്കെയാണ്? 2 3 2 5 3 ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് അല്ലേ? പക്ഷേ കോഡൊമൈൻ ഇവിടെ എന്തുമായിരുന്നു? നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പറാണ് ഡിഫൈൻ ചെയ്തത്. റേഞ്ചിനകത്ത് നമുക്ക് 1 വന്നിട്ടേ ഇല്ല അല്ലേ? സോ അപ്പം നമുക്ക് എന്ത് വിളിക്കാം? റേഞ്ചും കോഡൊമൈനും ഇവിടെ ഈക്വൽ അല്ല. സോ അതുകൊണ്ട് എന്താണ്? ഇത് 1 അല്ല, ഓൺ 2 അല്ല. റെഡി അല്ലേ മക്കളെ? നെയ്തർ 1 നോർ ഓൺ 2. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. എങ്ങനെയാണ് ഓപ്ഷൻ ഡി വന്നതെന്ന് മനസ്സിലായോ? നല്ലൊരു ചോദ്യമാണ്. ക്ലിയർ അല്ലേ? നല്ലൊരു ചോദ്യമാണ് ഇത്. ഈ വർഷം ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 2025 ചോദിച്ച ചോദ്യമാണ്. പക്ഷേ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കണം ഇതിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല. അതുപോലെ തന്നെ ഇത് നോട്ട് 1 ആണ് കേട്ടോ. നോട്ട് 1 ആണ്. അതുപോലെ തന്നെ ഇത് ഇൻറ്റു ആണ് കേട്ടോ. ഓൺ 2 അല്ല, ഇൻറ്റു ആണ്. മനസ്സിലായി എങ്ങനെയാണ് കോൺസെപ്റ്റ് എന്നുള്ളത്? റെഡിയാണോ? കോൺസെപ്റ്റ് കിട്ടിയ മക്കളെ? അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ കേട്ടോ. റെഡിയല്ലേ? നല്ലൊരു ചോദ്യമല്ലായിരുന്നോ? കണ്ടാൽ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം, പക്ഷേ ലോജിക് ഉണ്ടെങ്കിൽ മാത്രമല്ല, ആ കോൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൻ്റെ ആൻസർ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി ഗായ്സ്? ഓക്കെ അല്ലേ? മനസ്സിലായോ? സിമ്പിൾ കാര്യം കേട്ടോ. സോ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയും ചോദ്യങ്ങളോട് നമുക്കുണ്ട്. നോക്കിക്കാം മക്കളെ,
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 9 വേർ എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ. അപ്പം എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ട് ഡിഫൈൻ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എവിടെ നിന്ന് എങ്ങോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എക്സുകളെല്ലാം റിയൽ നമ്പറിലാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആയിരിക്കും നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. ഡൊമൈൻ റിയൽ നമ്പർ ആയിരിക്കും, കോഡൊമൈനും റിയൽ നമ്പർ ആയിരിക്കും. അങ്ങനെ വേണം നമ്മളത് മനസ്സിലാക്കാനായിട്ട് കേട്ടോ. റെഡി. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 ആണോ ഓൺ ടു ആണോ എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ്ടേ. റെഡി മക്കളെ. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഞാൻ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ മേൽവശം നോക്കിയേ 1 ആണോ ഓൺ ടു ആണോ എന്ന് പറഞ്ഞാൽ ഇതിന് എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കേണ്ടത് അല്ലേ. എക്സിന് ഏതൊക്കെ വാല്യൂസ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആകും, അതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ എക്സിന് ഏതൊക്കെ വാല്യൂസ് സാറ്റിസ്ഫൈഡ് ആകുമെന്ന് നോക്കുന്ന സമയത്ത് ഞാൻ ഈ മേൽവശം എനിക്ക് വളരെ എളുപ്പത്തിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും പണിയുണ്ടോ എന്നാണ് നോക്കേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ദിസ് ഈസ് വെരി ഹെക്ടിക് ടാസ്ക്. ഓക്കെ അല്ലേ. എങ്ങനെയാ ഇതിനകത്തെല്ലാം എക്സ് വൺ ഒക്കെ കൊടുത്ത് ചെയ്ത് സോൾവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചെയ്യാതെ നമുക്ക് ഇങ്ങനത്തെ ചോദ്യത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാതെ നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ടു എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മൾ ചെയ്യാൻ ഇവിടെ പോകുന്നത്. അത് ചെയ്യാതെ ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഈ ഫംഗ്ഷനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതാണോ നമ്മൾ നോക്കണം. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന ആ ഫാക്ടറൈസേഷൻ നമ്മൾ മുമ്പേ ചെയ്തത് ഒരു ചോദ്യത്തിനകത്ത് അല്ലേ. അപ്പോൾ ഞാൻ ഈ എഫ് ഓഫ് എക്സിനെ എങ്ങനെ ചെയ്യാൻ പോവുക, ഇതെനിക്ക് എക്സ് പ്ലസ് 5 അതുപോലെ തന്നെ എക്സ് മൈനസ് 3 എന്ന് എഴുതാം അല്ലേ. താഴത്തെ പോർഷൻ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ എഴുതിക്കോ. ന്യൂമറേറ്റർ മാത്രം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി, ഫാക്ടറൈസ് ചെയ്യാം മക്കളെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എക്സിന് -5 കൊടുത്താലും എക്സിന് 3 കൊടുത്താലും നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ എന്തായി പോകും, 0 ആയി പോകും. പറയുന്നത് മനസ്സിലായോ? ഇത് പുതിയൊരു നോളജ് ആയിട്ട് കരുതുക കേട്ടോ. അതായത് നമ്മൾ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ടു എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പറഞ്ഞ് ചെയ്യാതെ നിൽക്കാതെ, അത് ചെയ്താൽ നമുക്ക് വളരെയധികം സമയവും എടുക്കും അല്ലേ. അത് ചെയ്യാതെ നമുക്ക് ചെയ്യാനുള്ള എളുപ്പവഴിയാണ്. ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന കേസായിരിക്കും മിക്കപ്പോഴും. അപ്പോൾ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ എക്സിന് നിങ്ങൾ -5 കൊടുത്താലും എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ ആണല്ലോ. അപ്പം എക്സിന് അതുപോലെ 3 കൊടുത്താൽ ഇത് 0 ആയി പോകും. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എഫ് ഓഫ് -5നും അതുപോലെ തന്നെ എഫ് ഓഫ് 3ക്കും നമുക്ക് കിട്ടുന്ന ഇമേജ് എന്താ, 0 ആയ. രണ്ടുപേർക്കും നമുക്ക് എന്ത് കിട്ടി, ഒരേ ഇമേജ് കിട്ടി. therefore ഇതെന്താണ് 1 അല്ല അല്ലേ. ഇതെന്താണ് മെനി 1 ആണ്. ക്ലിയർ ആണോ? റെഡി. വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു. സോ മെനി 1 ആണെന്ന് കാര്യം മനസ്സിലായി. ബോത്ത് 1 ആൻഡ് ഉണ്ട്. അപ്പം തന്നെ നമുക്ക് എടുത്ത് ദൂരെ കളയാം. ഓപ്ഷൻ ബി എവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ സി ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. ഓപ്ഷൻ ഡിയും അല്ല, ഓപ്ഷൻ എയും അല്ല, ഓപ്ഷൻ ഡിയും അല്ല എന്ന് അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. ഒന്നെങ്കിൽ ഓപ്ഷൻ 1 അല്ലല്ലോ. ഒന്നെങ്കിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ സി, ഇതിലേതെങ്കിലും ഒന്നാണ്. ഇനി നമുക്ക് ഓൺ ടു ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. ഓൺ ടു നമുക്ക് അത്ര എളുപ്പത്തിൽ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ഓൺ ടു നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഓൺ ടു ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ, നമുക്കറിയാം. നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ്, ഇത് വലിയൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ചുമ്മാ ട്രയൽ ആൻഡ് എറർ ഒന്നും നോക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. സോ ഡിവൈഡ് ബൈ, അപ്പോൾ എന്തെങ്കിലും ഒരു പണി നമുക്ക് വേണ്ടേ. 1 നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം 4x + 9. അപ്പോൾ നമ്മൾ ഓണ്ട് കണ്ടുപിടിക്കുന്ന എങ്ങനെ നമുക്കറിയാമല്ലോ. നമ്മളിനി ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യും അല്ലേ. സോ എക്സ് സ്ക്വയർ വൈ മൈനസ് 4xy പ്ലസ് 9y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 എഴുതും. എന്നിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ. കാരണം ഇത് എക്സ് സ്ക്വയറും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളിതിനെ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ ആക്കണം. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് നമുക്ക് y മൈനസ് 1 ഓഫ് എക്സ് സ്ക്വയർ വരും. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, എക്സിൻ്റെ എല്ലാ കോമൺ ടൈം എല്ലാം കൂടെ നമ്മൾ മാറ്റണം. അപ്പോൾ 4y + 2 വരും, ദെൻ ഓഫ് എക്സ് വരും, ദെൻ പ്ലസ് നമുക്ക് 9y + 15 വരും. ദിസ് ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, റെഡി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ സാധനം എക്സുകളെല്ലാം റിയൽ നമ്പർ ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ റൂട്ട്സുകളാണല്ലോ എക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ റൂട്ട്സ് ആണ് എക്സ്. അത് റിയൽ ആണെന്ന് പറയുന്നുണ്ട്. റിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് > ആണ് എന്താ, അതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ്. ക്ലിയർ ആണോ മക്കളെ? റെഡി. b² - 4ac എന്ന് പറയുന്നത് > ആണ്. ഇത് ഞാൻ പഠിപ്പിച്ചല്ലേ? അതെ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് b² - 4ac > 0 വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ബാക്കി സാറ് പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ. സോ അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ പ്രശ്നം. നമുക്ക് 1 എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. ഇനി ഓൺ ടു മാത്രം നമ്മളിത് ചെയ്ത് നോക്കണം അവിടെ കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ എളുപ്പമല്ലേ മക്കളെ. b² എന്ന് പറയുമ്പോഴത്തേക്കിനും 4y + 2 ഹോൾ സ്ക്വയർ വരും.
minus 4 into y minus 1 into then 9y plus 15 greater than or equal to 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഇനി ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, ഓപ്പൺ ചെയ്യണേ. സോ അപ്പോൾ ഇത് ഇവിടെ നോക്കിയേ, ഇവിടെ 4y പ്ലസ് 2. അപ്പോൾ ഞാൻ ഈ 2 കോമൺ ആയിട്ട് എടുക്കുന്നത്, 2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 2 സ്ക്വയർ ആയിരിക്കണം പുറത്തെടുക്കാനായിട്ട്. ഇവിടെ ഒരു സ്ക്വയർ കിടപ്പുണ്ട്, അല്ലെങ്കിൽ അത് നോർമലായിട്ട് എക്സ്പാൻഡ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു പരിപാടി നിങ്ങൾ ചെയ്യണം കേട്ടോ. സോ ഞാൻ 2 സ്ക്വയർ പുറത്തെടുത്ത് 4 വന്നു. ദെൻ ഇപ്പോൾ ഇതെനിക്ക് 2y പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും. അതെൻ്റെ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, സോ 9y പ്ലസ് 15 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇവിടുന്ന് എനിക്ക് 4y സ്ക്വയർ പ്ലസ് 4y പ്ലസ് 1 മൈനസ്, കാരണം എന്തുകൊണ്ട് ഇനി ഈ 4ഉം കോമൺ ആയിട്ട് എനിക്ക് പുറത്തെടുക്കാമേ. ഞാനത് കളഞ്ഞു കേട്ടോ, അത് സ്റ്റെപ്പിൽ അത് എഴുതിയിട്ടില്ല. ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. അപ്പോൾ 4 ഇവിടെ കൊണ്ട് ഞാൻ കോമൺ ആയിട്ട് എടുത്ത് 0 ആയിട്ട് ഡിവൈഡ് ചെയ്തു, കാരണം കോൺസ്റ്റന്റ് അല്ലേ. പിന്നെ ഇതിനെ മാത്രം എക്സ്പാൻഡ് ചെയ്താൽ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കാൽക്കുലേഷൻ വീണ്ടും വലുതാവും, നമ്പർ ഇത് വെച്ച് നിങ്ങൾ ചെയ്താൽ നമ്പർ വലുതാവും കേട്ടോ. അപ്പോൾ ഞാനത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് തന്നെ ഞാൻ 4 എടുത്ത് കോമൺ ആയിട്ട് എടുത്ത് ഞാൻ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, റെഡി. അപ്പോൾ 4y സ്ക്വയർ പ്ലസ് 4y പ്ലസ് 1 വരും. നെക്സ്റ്റ് നമുക്ക് ഇവിടെ വരുന്നത് അത് ഓപ്പൺ ചെയ്തതാണ് മക്കളെ. സോ 9y സ്ക്വയർ പ്ലസ് 15y മൈനസ് 9y മൈനസ് 15 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരും. ക്ലിയർ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബാക്കി ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്താൽ 4y സ്ക്വയർ പ്ലസ് 4y പ്ലസ് 1 മൈനസ് 9y സ്ക്വയർ മൈനസ് 15y പ്ലസ് 9y പ്ലസ് 15 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. റെഡിയാണല്ലോ, തന്നെ ചെയ്യണേ കേട്ടോ. റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മക്കളെ 4y സ്ക്വയർ മൈനസ് 9y സ്ക്വയർ. അപ്പോൾ നമുക്ക് ഉണ്ട് മൈനസ് 5y സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ സാർ അപ്പുറത്തോട്ട് എഴുതുകയാണ്, വേണ്ട ഇവിടെ തന്നെ എഴുതാം. സോ മൈനസ് 5y സ്ക്വയർ കിട്ടും. ദെൻ മൈനസ് 2y വരും. ദെൻ പ്ലസ് 16 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ പറഞ്ഞു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നെഗറ്റീവ് ആയിട്ട് അങ്ങനെ കിടക്കുമ്പോൾ ഒരു അശരീരി പോലെ നമുക്ക് തോന്നുന്നു അല്ലേ. അപ്പം ഞാൻ ഫുള്ളി നെഗറ്റീവ് വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 5y സ്ക്വയർ പ്ലസ് 2y മൈനസ് 16 ഇൻഇക്വാലിറ്റി ഫ്ലിപ്പ് ചെയ്തു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും അല്ലേ. മതി, റൂട്ട്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വൈയുടെ വാല്യൂ കിട്ടും, വൈ റേഞ്ച് നമുക്ക് കിട്ടും. ഓക്കെ മക്കളെ, നമുക്ക് 5 ഇൻറ്റു നമുക്ക് നോക്കാം. ദെൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 8 ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ. 10ഉം 8ഉം അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 8 ആഡ് ചെയ്യുമ്പോൾ 2 വരണം. സോ 10ഉം മൈനസ് 8ഉം പറ്റും. അങ്ങനെയാണെങ്കിൽ കോയിഫിഷ്യൻറ്റ് ഡിവൈഡ് ചെയ്യണം. 5 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു, ഇവിടെ 2 കിട്ടും, ഇവിടെ മൈനസ് 8/5 കിട്ടും. സോ y പ്ലസ് 2 കിട്ടും. അതുപോലെ തന്നെ y മൈനസ് 8/5 കിട്ടും. ദിസ് ഈക്വൽ ടു 0 എഴുതി കഴിഞ്ഞാൽ y ഈക്വൽ ടു മൈനസ് 2 എന്നും y ഈക്വൽ ടു 8/5 എന്നും 2 റൂട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ നമ്പർ ലൈന് വരച്ച് കഴിഞ്ഞാൽ ഇത് മൈനസ് 2 വരും, ഇത് 8/5 വരും, പ്ലസ് മൈനസ് പ്ലസ് കൊടുക്കും. സോ ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമ്മുടെ ഇൻ്റർവെൽ എവിടെ കിട്ടും മക്കളെ, ഇൻഇക്വാലിറ്റി ഫ്ലിപ്പ് ചെയ്ത് ലെസ് ദാൻ ആകുമ്പോൾ ഇവിടെ വരും. സോ നമ്മുടെ ഇൻ്റർവെല്ലിൽ വൈയുടെ വാല്യൂ എന്തിനൊക്കെ ബിറ്റ്വീൻ നിൽക്കും, മൈനസ് 2നും 8/5 ബിറ്റ്വീൻ നിൽക്കും. സോ അപ്പോൾ വൈയുടെ വാല്യൂ റേഞ്ച് എവിടെ മുതൽ എവിടെ വരിക, മൈനസ് 2നും 8/5 ബിറ്റ്വീനുള്ള വാല്യൂസ് മാത്രമാണ് കിടക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഇവിടുത്തെ കോഡമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ടു റിയൽ നമ്പർ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ റേഞ്ചും കോഡമൈനും ഈക്വൽ ആണോ, റേഞ്ചും കോഡമൈനും ഈക്വൽ അല്ല അല്ലേ. സോ അതുകൊണ്ട് ഇതെന്താണ്, ഇത് ഓൺ ടൂവും അല്ല. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും കിട്ടുന്നത്, നമുക്കറിയാം നെയ്തർ 1 നോർ ഓൺ 2 ആയിരിക്കും നമ്മുടെ ഇത് ക്വസ്റ്റിൻ്റെ ആൻസർ. ക്ലിയർ ആണോ മക്കളെ, പറയുന്നത് മനസ്സിലായോ. റെഡി. പക്ഷേ ഇത് ചെയ്ത് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സെറ്റാണോ മക്കളെ, ക്ലിയർ ആണോ, മനസ്സിലായോ ഇത് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത്. റെഡി ഗായ്സ്. ക്ലിയർ അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള, പക്ഷേ ഇത് ചെയ്തിട്ടില്ല, ഈ ചോദ്യം ചെയ്തില്ല എന്നുള്ളൂ. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ വളരെ സിമ്പിളാണ്, നമ്മൾ ചെയ്തിട്ടുള്ളതാണല്ലേ. ഓക്കെ ഗായ്സ്, റെഡി. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. റെഡി. സോ ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കുവാണ്. 2 ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്യാം. നമുക്കിതാ ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഈ ചോദ്യം ചോദിക്കുക, ഇത് 2022 ചോദിച്ച ചോദ്യമാണ്. മക്കളെ നോക്കി, ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ചോദ്യം നമ്മൾ ചെയ്തിട്ടില്ല. ഇതുപോലത്തെ ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ചോദ്യം ചെയ്തിട്ടില്ല. ഓക്കെ നോക്കി, ഫംഗ്ഷൻ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പറാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് f of n എന്ന് പറഞ്ഞാൽ
2n n-1 n+1/2 എന്ന് തന്നിട്ടുണ്ട്. ദെൻ എന്നിന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. ഇത് 1 ആണോ ഓൺ 2 ആണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ്. ഇത് സാർ എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്? ആരോ ഡയഗ്രാം വരച്ച് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ? നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. മക്കളെ നോക്കിയിട്ട് അപ്പോൾ f(1) കൊടുത്താൽ f(1) കൊടുത്താൽ 1 കൊടുക്കുമ്പോൾ നമുക്കറിയാം n 1 5 9 13 ഒക്കെ ആണെങ്കിൽ ഈ വാല്യൂ വരുന്നത് അല്ലേ? അപ്പോൾ 1 + 1/2 വരും. അപ്പം 2/2 നിങ്ങൾക്ക് 1 തന്നെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് f(t) ഇതിൻ്റെ ആൻസർ നിങ്ങളിപ്പോൾ പറയണം കേട്ടോ. 2 കൊടുക്കുമ്പോൾ നമുക്ക് 2 × 2 എത്രയാണ്? 4 വരും. ദെൻ f(3) 3 കൊടുത്താൽ നിങ്ങൾക്കറിയാം 3 - 1 2 3 - 1 2 കിട്ടും. ഓക്കെ, 2 കിട്ടും. ഇനി അടുത്തത് f(4) എന്ന് പറഞ്ഞാൽ 4 × 2 നിങ്ങൾക്ക് 8 കിട്ടും. നെക്സ്റ്റ് f(5) ഇത് മുഴുവൻ എഴുതൊന്നും വേണ്ട കേട്ടോ, ഞാൻ ചുമ്മാ കാണിക്കുന്നതേ 5 + 1 6 6/2 എത്ര കിട്ടും മക്കളെ? 3 കിട്ടും. നെക്സ്റ്റ് f(6) എന്ന് പറയുമ്പോൾ 6 × 12 കിട്ടും. ദെൻ f(7) നമ്മൾ എടുക്കുന്നു. 7 എടുക്കുമ്പോൾ 6 കിട്ടുന്നു. ദെൻ f(8) കിട്ടും. 8 കിട്ടുമ്പോൾ നമുക്ക് 16 കിട്ടും. ദെൻ f(9) നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 5 കിട്ടും. സോ ഇത് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും? യുണീക്ക് ആയിട്ടുള്ള ഇമേജസ് മാത്രമായിരിക്കും കിട്ടുന്നത്. എല്ലാവർക്കും എന്തുണ്ടാകും? ഇമേജസ് ഉണ്ടാകുകയും ചെയ്യും. ക്ലിയർ അല്ലേ? ലോഗും ഇൻവേഴ്സും മിക്സ്ഡ് ആയിട്ട് ക്വസ്റ്റൻ ഉണ്ട് കേട്ടോ. അത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ കോൺസെപ്റ്റും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാനത് ഇവിടെ ചെയ്യിക്കാഞ്ഞത്. ഓക്കെ, റെഡി? വേണേൽ നമുക്ക് പിന്നെ ഫംഗ്ഷൻസിൻ്റെ നാളെ അടുത്ത ക്ലാസ് നമുക്കുണ്ട്. ഇക്വേഷൻസ് ഇൻഇക്വാളിറ്റി ഉണ്ട്. അതിൽ വേണമെങ്കിൽ സാർ ആ ചോദ്യം കൂടെ കൊണ്ടുവരാം കേട്ടോ. ഇൻവേഴ്സ്, സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സും കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം കൂടി ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഞാൻ അങ്ങനത്തെ 2 ക്വസ്റ്റൻ കൂടി ചെയ്യിപ്പിക്കാം കേട്ടോ. അഭിമന്യു മിക്സ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ. റെഡി? ഓക്കെ. സോ അത് ഇൻവേഴ്സിനകത്തും ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ചോദ്യം അതിനകത്ത് എടുത്താൽ മതിയായിരിക്കുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇതിൽ വെക്കാനത് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? അപ്പം ഇൻവേഴ്സിനകത്തും അത് ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെയും ചോദിക്കാം കേട്ടോ. ഏത് ചാപ്റ്റർ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. ഓക്കെ, റെഡി? സോ മക്കളെ, ഇത് എല്ലാവർക്കും എന്തുണ്ട്? ഇമേജസ് ഉണ്ട്. എല്ലാവർക്കും യൂണീക്ക് ആയിട്ടുള്ള ഇമേജസ് ആണ്. എല്ലാവർക്കും ഇമേജസ് ഉണ്ട്, യൂണീക്ക് ആയിട്ടുള്ള ഇമേജസ് ആണ്. സോ അതുകൊണ്ട് 1 on 2 ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. സോ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന JEEയുടെ ഒരു ചോദ്യമാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത അടിപൊളി ഒരു ചോദ്യത്തിലേക്ക് പോകാം. കണ്ടാൽ പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. പക്ഷെ നമുക്ക് ലോജിക്ക് വേണം എന്നേ ഉള്ളൂ ചിന്തിക്കുമ്പോൾ കേട്ടോ. ഈ ഒരു ചോദ്യം നോക്കിക്കേ. ഇതൊക്കെ നല്ല നല്ല ചോദ്യങ്ങളാണ്. നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇതൊക്കെ പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ഇവിടെ എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സെറ്റിനകത്ത് 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ എലമെന്റ്സാണ് ഉള്ളത്. എന്നിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് S to S ആണ്. എസ്സിൽ നിന്ന് എസ്സിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയേ. f(n) വെൻ എന്നിന് 1 2 3 4 5 കൊടുക്കുമ്പോൾ ഇത്, എന്നിന് 6 7 8 9 10 കൊടുക്കുമ്പോൾ ഇതാണ് വാല്യൂ. ഓക്കെ, എന്നിട്ട് g എന്ന് പറഞ്ഞ ഫംഗ്ഷനും എസ്സിൽ നിന്ന് എസ്സിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് g(n) അല്ല ഇവിടെ തന്നിരിക്കുന്നത്, f(g(n) ആണ് നമുക്ക് തന്നിരിക്കുന്നത്. f(g(n) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഓഡ് ആണെങ്കിൽ n+1 ആയിരിക്കും അതിൻ്റെ വാല്യൂ, n ഈവൻ ആണെങ്കിൽ n-1 ആയിരിക്കും അതിൻ്റെ വാല്യൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? g(10) × g(1) + g(2) + g(3) + g(4) + g(5) ആണ് കണ്ടുപിടിക്കേണ്ടത്. g(10) മൾട്ടിപ്ലൈ, കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ സമ്മ്. g(x) എന്നൊരു ഫംഗ്ഷൻ നമുക്കിവിടെ തന്നിട്ടില്ല. ഓക്കെ, പറ്റുന്ന പോലെ ചെയ്യുക കേട്ടോ. ലോഡ് സ്കിപ്പ് ചെയ്യരുത്, പറ്റുന്ന പോലെ ചെയ്യുക. അത് നമുക്ക് കിട്ടുന്ന നല്ലൊരു അവസരമാണ്. അപ്പം പഠിച്ചത്രയും വെച്ചിട്ട് എന്ത് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നമുക്ക് g(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടില്ല. f(x) ഉണ്ട്, അതുപോലെ f(g(x) നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ g(x) ഇല്ലല്ലോ. g(x) ഉണ്ടെങ്കിലല്ലേ ഈ വാല്യൂ ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് നോക്കിയാലോ, ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് മക്കളെ. അപ്പോൾ നമുക്ക് ആദ്യം എഫിൻ്റെ കേസൊക്കെ ഒന്ന് എടുക്കാം അല്ലേ. അപ്പം n 1 2 3 4 5 ആണെങ്കിൽ 2n എന്നാ f(n) അല്ലേ. സോ അപ്പോൾ f(1) കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. റെഡി? ഇനി f(2) നമ്മൾ ചെയ്താൽ എത്ര കിട്ടും? 4 കിട്ടും. f(3) നമ്മൾ ചെയ്താൽ എത്ര കിട്ടും? 6 കിട്ടും. f(4) നമ്മൾ എഴുതിയാൽ എത്ര കിട്ടും? 8 കിട്ടും. ദെൻ f(5) നമ്മൾ എഴുതിയാൽ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. റെഡിയാണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാണ്. ഇനി അടുത്തത് എന്നിന് നമുക്ക് 6 7 8 9 10 ആണെങ്കിൽ വാല്യൂസ് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. സോ നമുക്ക് f(6) എഴുതാം, ദെൻ f(7) എഴുതാം, ദെൻ f(8) എഴുതാം, ദെൻ f(9) എഴുതാം, f(10) എഴുതാം. അതൊക്കെ നമുക്ക് വാല്യൂസ് എല്ലാം എഴുതാം അല്ലേ. ഇത് മുഴുവൻ എഴുതണമെന്നൊന്നുമില്ല, ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എല്ലാം എഴുതുന്നു മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ f(6) നമുക്ക് എങ്ങനെ എഴുതും? 6 എന്ന് പറഞ്ഞാൽ
2 ഇൻറ്റു 6 മൈനസ് 11. 2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 മൈനസ് 1, 12 മൈനസ് 11, 1 നമുക്ക് കിട്ടും. എഫ് ഓഫ് 6 എന്ന് പറയുന്നത് അല്ലേ. എഫ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ദെൻ എഫ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. എഫ് ഓഫ് 9 നോക്കിക്കേ. എഫ് ഓഫ് 9 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 ഇൻറ്റു 9 നമുക്ക് 18 കിട്ടും അല്ലേ. 18 മൈനസ് 11 നമുക്ക് കിട്ടും. സോ 8 മൈനസ് 1 നമുക്ക് 7 ആണ് കിട്ടുന്നത്. സോ നമുക്ക് 7 കിട്ടും. ദെൻ എഫ് ഓഫ് 10 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20 മൈനസ് 11 കിട്ടും. സോ നമുക്ക് 9 കിട്ടും. ഓക്കെ, റെഡി. അപ്പോൾ ഇതെല്ലാം നമ്മൾ എഴുതിയേ. ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാനത് മുഴുവൻ എഴുതിയത് നമുക്കൊരു വാല്യൂസ് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിക്ക് വേണ്ടി ഞാനത് മുഴുവൻ എഴുതി. അത് എഴുതിയെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് ഇവിടെ നമ്മളോട് പറയുന്നു നോക്കിയേ, എഫ് ഓഫ് ജി ഓഫ് എൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. എഫ് ഓഫ് ജി ഓഫ് എൻ നോക്കിക്കേ, എഫ് ഓഫ് ജി ഓഫ് എൻ ആണ്. ഓക്കെ, അപ്പോൾ അത് തന്നിരിക്കുന്നത് എന്തുവാ? n പ്ലസ് 1 n ഓടാണെങ്കിൽ, ദെൻ n മൈനസ് 1 n ഈവൻ ആണെങ്കിൽ, അപ്പം ഇവിടെയും ഫംഗ്ഷൻ എസ്സിൽ നിന്ന് എസ്സിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ n 1 2 3. അപ്പം n 1 ആണെങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് ജി ഓഫ് 1 അല്ലേ. എഫ് ഓഫ് ജി ഓഫ് 1 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും മക്കളെ കിട്ടുന്നത്? 1 പ്ലസ് 1 നമുക്ക് 2 കിട്ടും. നിങ്ങൾക്ക് എളുപ്പത്തിനാണ് പറയുന്നത് മക്കളെ. എഫ് ഓഫ് ജി ഓഫ് 1 എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം നോക്കിയപ്പം എഫ് ഓഫ് 1 നിങ്ങൾക്ക് 2 എന്ന് കിട്ടിയിരിക്കുന്നത് അല്ലേ. എഫ് ഓഫ് സംതിങ് എടുത്തപ്പോഴാണ് നിങ്ങൾക്ക് 2 കിട്ടിയത്. ഇവിടെ നമ്മളിപ്പോൾ എഴുതിയത് എഫ് ഓഫ് ജി ഓഫ് 1 2 ആയി. എങ്ങനെ എഫ് ഓഫ് ജി ഓഫ് 1 2 ആയത്? എഫ് ഓഫ് ജി ഓഫ് എൻ എന്ന് പറഞ്ഞത് n ഓടാണെങ്കിൽ n 1 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 1 പ്ലസ് 1 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ജി ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണല്ലോ. കാരണം എഫ് ഓഫ് 1 2 ആയിരുന്നു. അപ്പോൾ ജി ഓഫ് 1 നമുക്ക് എത്ര കിട്ടി? ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 എന്ന് കിട്ടി. റെഡിയാണോ? ജി ഓഫ് 1 നമുക്ക് 1 കിട്ടി. ക്ലിയർ ആണോ മക്കളെ? കാര്യം പറയുന്നത് മനസ്സിലായോ? സോ ജി ഓഫ് 1 നമുക്ക് കിട്ടിയില്ലേ? അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. ദെൻ നിങ്ങൾക്ക് അടുത്തത് എഫ് ഓഫ് ജി ഓഫ് 2. എഫ് ഓഫ് ജി ഓഫ് 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2 ഈവൻ ആണെങ്കിൽ 2 മൈനസ് 1 നമുക്ക് എന്തായിരിക്കും മക്കളെ കിട്ടുന്നത്? 2 മൈനസ് 1 നമുക്ക് 1 ആയിരിക്കും കിട്ടുന്നത്. അപ്പം എഫ് ഓഫ് ഒരു 1 കിട്ടി. ഞാൻ നോക്കാം ക്രിപ്റ്റോ, കാരണം എനിക്ക് ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ നോക്കാത്ത കേട്ടോ. എനിക്ക് ആകെപ്പാടെ തല പെരുക്കതി കണ്ടാലേ. ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ നോക്കാമേ. റെഡി. സോ മക്കളെ, അപ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടുന്നൊന്നുമില്ല അല്ലേ. എഫ് ഓഫ് 1 വരുന്ന വാല്യൂ നോക്കിക്കേ. എഫ് ഓഫ് സംതിങ് നമുക്ക് 1 വന്നിട്ടുണ്ട്. അതേതാ ഉള്ളത്? എഫ് ഓഫ് 6 നമുക്ക് 1 ആണ്. അപ്പോൾ നമുക്ക് ഈ ജി ഓഫ് 2ൻ്റെ വാല്യൂ എത്ര കൊടുക്കാം? നമുക്ക് 6 എന്ന് എടുക്കാം. ജി ഓഫ് 2 നമുക്ക് 6 ആണ്. ഇതുപോലെ നമുക്ക് എല്ലാ വാല്യൂ എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒരു മെസ്സേജ് അല്ല 1000 മെസ്സേജ് ഉണ്ട് കേട്ടോ ക്രിപ്റ്റോ. അതാണ് ഒരു പ്രശ്നമേ. ഓക്കെ, റെഡി. നോക്കാം നമുക്ക്. ദെൻ നെക്സ്റ്റ് എഫ് ഓഫ് ജി ഓഫ് 3 ഞാൻ കൊടുക്കുക. 3 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 3 പ്ലസ് 1 എനിക്ക് 4 ആണ് കിട്ടുന്നത്. അപ്പോൾ 4 കിട്ടുന്ന വാല്യൂ വല്ലതും ഉണ്ടോ? യെസ് ഉണ്ട്, 2 ആയിരിക്കും അല്ലേ. സോ അവിടെ നിന്ന് എനിക്ക് ജി ഓഫ് 3യുടെ വാല്യൂ എത്ര ആയിരിക്കും മക്കളെ കിട്ടുന്നത്? 2 ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് എവിടെ വരെയാണ് നോക്കേണ്ടത്? ജി ഓഫ് 1, ജി ഓഫ് 2, ജി ഓഫ് 3, ജി ഓഫ് 4, ജി ഓഫ് 5 അത്രയും മതി അല്ലേ. സോ നമുക്ക് എഫ് ഓഫ് ജി ഓഫ് 4 ഞാൻ നോക്കുന്നു. ജി ഓഫ് 4 ക്രിപ്റ്റോയുടെ ഒറിജിനൽ പേരെന്ന് പറയാമോ? ക്രിപ്റ്റോ കറൻസി ഒറിജിനൽ പേരെന്താ? എഫ് ഓഫ് ജി ഓഫ് 4. ജി ഓഫ് 4 എന്ന് പറയുന്നത് എത്ര കിട്ടും മക്കളെ? 4 കൊടുത്ത് നമുക്ക് 4 മൈനസ് 1 3 കിട്ടും. സോ 3 കിട്ടുന്നത് ഏതാണ്? 3 വരുന്നത് 7 ആണ്. സോ നമുക്ക് 7 കിട്ടും. ജി ഓഫ് 4 എന്ന് പറഞ്ഞാൽ നമുക്ക് 7 കിട്ടും. നെക്സ്റ്റ് അടുത്തത് എഫ് ഓഫ് ജി ഓഫ് 5. ജി ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 1 നമുക്ക് 6. അപ്പോൾ ഇത് 6 കിട്ടുന്ന വാല്യൂ ഏതാണ് ഉള്ളത്? 6 കിട്ടുന്നത് 3 ആണ് അല്ലേ. 3 കിട്ടും. സോ അപ്പോൾ ജി ഓഫ് 5 നമുക്ക് 3 കിട്ടി. എല്ലാ വാല്യൂവും നമ്മുടെ കയ്യിലുണ്ട്. നോക്കിക്കേ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ജി ഓഫ് 10 കൂടെ വേണം അല്ലേ. അപ്പോൾ ജി ഓഫ് 10 ഇൻറ്റു ആണ് നമുക്ക് വേണ്ടത്. അപ്പം ജി ഓഫ് 10 വരണം എന്നുണ്ടെങ്കിൽ 10 കിട്ടണം അല്ലേ. സോ ഇവിടെ ജി ഓഫ് 10 വരണം. അപ്പോൾ ജി ഓഫ് 10 വരണം. അപ്പോൾ നമുക്ക് എത്രയായിരിക്കും മക്കളെ വാല്യൂ വരുന്നത്? ജി ഓഫ് 10 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? അവിടെ 10 വരണം എന്നുണ്ടെങ്കിൽ എത്ര കിട്ടണം നമുക്ക്? എന്നിന് 10 കൊടുത്താൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? എന്നൊരു ഈവൻ നമ്പർ 9 വരും. സോ 9 വരുന്ന വാല്യൂ ഏത് നമുക്കുള്ളത്? യെസ്, എഫ് ഓഫ് 10 തന്നെയായിരിക്കും. സോ ജി ഓഫ് 10 നമുക്ക് 10 തന്നെയായിരിക്കും കിട്ടുന്നത് അല്ലേ. ജി ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10 തന്നെയായിരിക്കും കിട്ടുന്നത്. സോ ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്താൽ മതി. സോ 10 ഇൻറ്റു, അപ്പോൾ 10 ഇൻറ്റു ബാക്കി എല്ലാത്തിനും കൂടെ സമ്മ് ഏതാ? 1 പ്ലസ് 6 പ്ലസ് 1 പ്ലസ് 6 പ്ലസ് 2 പ്ലസ് 7 പ്ലസ് 3 അല്ലേ. 2 പ്ലസ് 7 പ്ലസ്
3. ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. എത്രയാണെന്ന് പറഞ്ഞേ വേഗം. നമ്മുടെ ക്വസ്റ്റൻ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ അല്ലേ? അല്ല, ഇത് ഇൻഡിജർ ടൈപ്പ് ചോദ്യമാണ്. ഡയറക്റ്റ് നിങ്ങൾ ഉത്തരവാണ് ചെയ്യേണ്ടത്. അപ്പം എത്രയാണ് ഉത്തരം ഒന്ന് വേഗം പറഞ്ഞ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടിയോ? വേഗം പറഞ്ഞേ മക്കളെ, ഇത് കിട്ടിയോ എന്ന് പറയണേ. ഓക്കെ, റെഡി ഗായ്സ്? നോക്കിക്കേ. ഈ ചോദ്യം മനസ്സിലായോ? നല്ലൊരു ചോദ്യമാണ്. പക്ഷെ അത് നല്ലപോലെ മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം ചെയ്യാനുള്ളതേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ക്ലിയർ ആണോ മക്കളെ? സോ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 19 കിട്ടും. സോ 10 × 19 നമുക്ക് 190 ആയിരിക്കും കിട്ടുന്നത്. 190 ഈസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഇത് ഇൻഡിജർ ടൈപ്പ് ചോദ്യമാണ്. ഉത്തരം 190 നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. യെസ് കാർത്തി, വെരി ഗുഡ്. ഓക്കെ, യെസ് കൃഷ്ണപ്രിയ, 190 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ അഭിമന്യു? യെസ്, നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണം. എന്താണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്, എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം, നമുക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ അതിനെ കാണുമ്പോൾ വേറെ അപ്പുറത്തോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ച കാര്യത്തിൽ തന്നെ എന്ത് ചെയ്താൽ മതി? ചിന്തിച്ച് ചെയ്താൽ മതി കേട്ടോ. അതിനപ്പുറത്തോട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആണോ മക്കളെ? റെഡി അല്ലേ ഗായ്സ്? ഓക്കെ, എല്ലാവർക്കും ആൻസർ കിട്ടി. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ഒറ്റ ഒരു ചോദ്യവും കൂടെ ചെയ്യാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? റെഡി? അപ്പം ഇത്രയേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല, അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനേക്കാൾ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാ ബേസും സ്ട്രോങ് ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ പരീക്ഷ എഴുതാൻ പറ്റും കേട്ടോ. റെഡി? ഇപ്പോൾ ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, റെഡി? ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിന്. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ r-3 to r-1ലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x-2 ഡിവൈഡ് ബൈ x-3 ആണ്. ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ r to r ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x-3 ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 13/2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻവേഴ്സിന്റെ ഒരു ചോദ്യം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ ജി ഇൻവേഴ്സ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, റെഡി? അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം y ഈക്വൽ ടു x-2 ഡിവൈഡ് ബൈ x-3 എന്ന് എഴുതാം. ഇത് നമുക്ക് yx മൈനസ് 3y ഈക്വൽ ടു x-2 എന്ന് എഴുതാം. ദെൻ yx മൈനസ് എക്സ് ഈക്വൽ ടു 3y മൈനസ് 2 എന്ന് എഴുതാം. ദെൻ ഇവിടെ നിന്ന് എക്സ് ഈക്വൽ ടു 3y മൈനസ് 2 ഡിവൈഡ് ബൈ y മൈനസ് 1 എന്ന് എഴുതാം. സോ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് നമുക്ക് എത്ര കിട്ടും മക്കളെ? 3x മൈനസ് 2 ഡിവൈഡ് ബൈ x മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം. റെഡി? അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. ഇനി ജി ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ y ഈക്വൽ ടു നമുക്ക് 2x മൈനസ് 3 എന്ന് എഴുതാം. ദെൻ y പ്ലസ് 3 ഈക്വൽ ടു നമുക്ക് 2x എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു നമുക്ക് y പ്ലസ് 3 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് നമുക്ക് എത്ര കിട്ടും? x പ്ലസ് 3 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി. സിമ്പിൾ, വെരി സിമ്പിൾ കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ജെ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 13 എത്രയാണ് മക്കളെ? 2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 13/2 എന്ന് തന്നിട്ടുണ്ട്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എത്രയാണ്? 3x മൈനസ് 2 ഡിവൈഡഡ് ബൈ x മൈനസ് 1 പ്ലസ് x പ്ലസ് 3 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 13/2. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ. സോ ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് 6x മൈനസ് 4 പ്ലസ് x പ്ലസ് 3 ഇൻറ്റു x മൈനസ് 1 ഈക്വൽ ടു 13/2 ഇൻറ്റു 2 ഇൻറ്റു എക്സ് മൈനസ് 1. ഞാൻ ഈ ഡിനോമിനേറ്ററുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ. ഒറ്റയടിക്ക് ഞാൻ സ്റ്റെപ്പ് അങ്ങ് എഴുതിയേക്കാം. അല്ലാതെ അത് പിന്നെയും താഴെ എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പ് വീണ്ടും അപ്പുറത്ത് കൊണ്ടുപോയി അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അത് വീണ്ടും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കത്തേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് 2 × 2 കട്ട് ചെയ്ത് കളയാം നമുക്ക്. ദെൻ ഇത് ഓപ്പൺ ചെയ്യാം നമുക്ക്. 6x മൈനസ് 4 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3x മൈനസ് 3 ഈക്വൽ ടു 13x മൈനസ് 13 വരും. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ ആണോ മക്കളെ? റെഡിയാണോ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ ഇത് കേട്ടോ. ഓക്കെ, പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കിട്ടും. ഞാൻ ഫൈനലായിട്ട് അത് എഴുതുവാണ്. x² മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 കിട്ടും. സോ ഇവിടെ നിങ്ങൾക്ക് എക്സിൻ്റെ 2 വാല്യൂസ് കിട്ടും. x ഈക്വൽ ടു 2 കിട്ടും, 3 കിട്ടും. നമ്മളോട് ചോദിക്കുന്നത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ല ചോദിച്ചിരിക്കുന്നത്, സം ഓഫ് ഓൾ ദ വാല്യൂസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിന് നമുക്ക് 2 വാല്യൂസ് കിട്ടി. സോ സമ്മ് നമുക്ക് എങ്ങനെ എഴുതാം? 2 + 3 കിട്ടും. സോ 5 എന്ന് കിട്ടും. സോ 5 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ മക്കളെ, ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അത് ചെയ്തു എല്ലാവരും? വേഗം ചെയ്തേ മക്കളെ. യെസ്,
Sara, very good. 5 is the right answer. Ameya, yes. Abhimanyu, very good. Karthi, yes. Navaneet. Okay guys, ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. സോ അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഫങ്ഷൻസ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്ത് ചെയ്യാം കേട്ടോ. എക്സാമിനെ പേടിച്ചാലും എക്സാം എഴുതാതിരിക്കരുത് ദയവ് ചെയ്ത് കേട്ടോ. പറയുന്നത് മനസ്സിലായോ മക്കളെ? സോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. സോ അപ്പം നമ്മൾ ഓൺലൈനിൽ എക്സാം എഴുതി നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് നല്ലപോലെ എന്ത് ചെയ്യണം, മനസ്സിലാക്കാനായിട്ട് പറ്റണം കേട്ടോ. ഓക്കെ സാർ, JEB സിലബസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് സിലബസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലുണ്ടല്ലോ സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇല്ലേ, അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ചു വിട്ട് നോക്കുക മക്കളെ, എല്ലാ കാര്യവും നോക്കുക. എന്നിട്ട് സാർ ഇപ്പോൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസും കൂടെയൊക്കെ കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഡിഫിക്കൽട്ടുള്ള ചോദ്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ പഠിപ്പിക്കുന്ന വെച്ചാൽ നമുക്ക് ഇത് നമ്മൾ വെറും ഒരു JEBക്ക് വേണ്ടി മാത്രമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിനി വരാൻ പോകുന്ന എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സാധനമാണെന്ന് ഓർത്ത് മാത്രമാണ് നമ്മൾ എല്ലാത്തിനും പ്രാക്ടീസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സീരീസൊക്കെ വെച്ചാൽ ഇതൊന്നും നഷ്ടമാണെന്ന് വിചാരിച്ച് കാണാതിരിക്കുമോ, അങ്ങനെയൊന്നും ചെയ്യരുത്. ഡെഫിനറ്റ്ലി മാക്സിമം പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. നമുക്ക് 1-2 പുതിയ ചോദ്യങ്ങൾ കിട്ടിയാൽ അത്ര ആയില്ലേ കേട്ടോ. പഠിച്ചത് തന്നെ ഒന്നുകൂടെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടവും ഇല്ല. നമ്മൾ ഇത് നാളത്തെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്. നമ്മൾ ലൈഫ് ലോങ് നമ്മൾ JEE മെയിൻ കിട്ടുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം നമുക്ക് എന്നും പ്രിയപ്പെട്ടത് തന്നെ ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് അടുത്ത ഫങ്ഷൻസ് നമ്മൾ കണ്ടു. ഇനി ഇക്വേഷൻസും അതുപോലെ തന്നെ ഇൻഇക്വാളിറ്റിയും കൂടെയാണ്. അത് നമുക്ക് 1-ാം തീയതിയാണ് കേട്ടോ. 1-ാം തീയതി നമുക്കപ്പോൾ കാണാം. സോ അതുവരെയും രജിസ്റ്റർ ചെയ്തപ്പോൾ കുറേ കാണിച്ചു. ഇല്ല മോനെ, അത് ഇതിനകത്തുണ്ട് കേട്ടോ. നമ്മുടെ കമ്മ്യൂണിറ്റി നോക്കിയാൽ മതി. മോൻ നമ്മുടെ ബാച്ചിലുള്ള ആളല്ലേ കേട്ടോ, അതിന് നോക്കിയാൽ മതി കേട്ടോ. അല്ലെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ സാറ് കാണിക്കാം സിലബസ്. ഓക്കെ, സോ മക്കളെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടാറ്റാ.